ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം അല്ലേ, വസുദൈവ കുടുംബകം. അതാണ് ആ കുടുംബം. ഏതാണ്? മാനവകുലത്തിന്റെ ഈറ്റില്ലം ഏതാണ്? ക്രാഡിലേതാണ്? അല്ലേ, യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിൽ ജീവിച്ച അതാണ് മെസൊപ്പൊട്ടോമിയ. ഗ്രീക്ക് ഭാഷയിൽ മെസൊപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. രണ്ട് നദികൾക്കിടയിലാണ് മാനവരാശിയുടെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. ആദമിന്റെ ഹവ്വാ ബീവിയുടെ മനുഷ്യരാണ്, മക്കളാണ് ലോകത്തുള്ള സർവ്വ ആളുകളും. എല്ലാവരും അറിയേണ്ട കാര്യം അതാണ്. ദൈവത്തിന് മക്കളില്ല, ദൈവം വിവാഹം കഴിച്ചിട്ടില്ല. ദൈവം സർവശക്തനാണ്, പ്രപഞ്ചനാഥനാണ്, 14 ലോകങ്ങളും നിയന്ത്രിക്കുന്ന സർവാധിപതിയാണ്, അളവറ്റ ദയാപരനാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഈശ്വരവിശ്വാസിയും എല്ലാം സൃഷ്ടിച്ചതവനാണ്. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹവും കാനനങ്ങളിൽ ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളും അതുപോലെ കുയിലിന്റെ കൂകലുകളും എല്ലാം അതെല്ലാം സംവിധാനിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അല്ലെ, കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും പിന്നെയൊരു ശസിനെ തോളിലേറ്റുന്നതും സായന്തനങ്ങളെ ചെപ്പിലൊതുക്കുന്നതും സന്ധ്യയെ എടുത്ത് നീ കാട്ടിൽ മറയുന്നതും കണ്ണാല കണ്ടിട്ടു സർവം സകയായി നിന്നതും എന്ന് ONV കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതത്തിൽ പാടിയത് എത്ര മനോഹരമാണ്. ഇഷ്ടവധുവാം നിന്നെ സൂര്യനണീച്ച ചിത്രപടകഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി, ഒടുക്കത്തെ ദാഹം. ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലാണ്. അല്ലെ, എത്രയാണ്? അതെ, നിനക്ക് ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്നാണ്. അല്ലെ, ഭൂമിക്കൊരു ചരമഗീതത്തിൽ പറഞ്ഞ വാചകങ്ങളെ വിവരിക്കാൻ ടൈം പോരാ. ഭൂമിക്ക് അവകാശികൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലേഖനത്തിലും പറയുന്നത് കൃമികീടങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിൽ സിട്ടാവിന്റെ സൃഷ്ടികളാണ്. അനന്ത പരകോടി ജീവജാലങ്ങൾക്കിടയിൽ സവിശേഷമായ ഒരു സൃഷ്ടി. അതെ, ജുബ്ബ ധരിച്ചിട്ടുള്ള, പാൻസ് ധരിച്ചിട്ടുള്ള, നഗ്നത മറച്ചിട്ടുള്ള, സാരി ഉടുത്തിട്ടുള്ള, ചുരിദാർ ധരിച്ചിട്ടുള്ള, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഡ്രസ്സുകൾ ധരിച്ചിട്ടുള്ള മനുഷ്യവംശം. ലോകത്തൊരു ജീവജാലവും എത്രയോ പട്ടി ഈ ടൗണിൽ നമ്മൾ കാണുന്നു. അല്ലേ, അവയാരും സ്കൂളിൽ പോയിട്ടില്ല, LKGയിലും UKGയിലും ചേർന്നിട്ടില്ല, IAS പാസ്സായിട്ടില്ല. ISRO എന്ന് പറയുന്ന ഒരു സംവിധാനം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉണ്ടോ? സംസ്കാരത്തെ കുറിച്ചുള്ള ആദാന പ്രധാനങ്ങളായ കോറിയിടലുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന ഈ മഹാസൃഷ്ടി ആരാ? മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം. വിശുദ്ധ ഖുർആൻ പറയുന്ന വാചകമാണ്. എന്താ? വലഖദ് കറംനാ ബനി ആദം. അതെ, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ. ആദരിച്ച സൃഷ്ടിയാണ്. അതിൽ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ഒന്നുമില്ല. മനുഷ്യനാണോ, ഏത് സാധാരണക്കാരനാണോ, അവനെ ആദരിച്ചിരിക്കുന്നു. ആര്? ഈ അണ്ഡകടാകത്തിന്റെ അധിപതിയായ വിശ്വത്തിന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തെ ആദരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് നാം ഈ വിഷയത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നത്. മനുഷ്യൻ എന്ന സൃഷ്ടി, ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്താണ്? അവൻ ബുദ്ധിയുള്ള ജീവിയാണ് എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചിപ്പിച്ച കാര്യവും അതാണ്. വലഖദ് കറംനാ ബനി ആദം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, തീർച്ചയായും ആ കറംനാ ബനി ആദം ഉണ്ടല്ലോ, ആ ആദം സന്തതികളെ ആദരിക്കുക മാത്രമല്ല, അവർക്ക് കടലിലും കരയിലും സഞ്ചരിക്കാൻ ആവശ്യമായ കപ്പലുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. നാം സൃഷ്ടിച്ച ജീവവർഗങ്ങളിൽ ബുദ്ധിജീവി എന്ന് വിളിക്കുന്ന ഏകവർഗം. പട്ടികളെ അങ്ങനെ ആരും വിളിക്കാറില്ല, പന്നികളെയും പശുക്കളെയും ബുദ്ധിയുള്ള പശു എന്ന് പറയാറില്ല. അവിടെ പുരോഗതിയുമില്ല, അവിടെ അധോഗതിയുമില്ല. നാം പുരോഗമനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സൃഷ്ടിയാണ്, അധപ്പതനത്തെ കുറിച്ച് വിലപിക്കുന്ന സൃഷ്ടിയാണ്, അരാജകത്വത്തെ കുറിച്ച് ദുഃഖിക്കുന്ന സൃഷ്ടിയാണ്, ധാർമ്മികതയെ കുറിച്ച് വാചാലരാകുന്ന സൃഷ്ടിയാണ്. അല്ലേ? ആണ്. എല്ലാവർക്കും അത് അറിയില്ലേ? അറിയാം. എല്ലാവരും അത് മനസ്സിലാക്കുന്നില്ലേ? ഉണ്ട്. ജന്തുലോകത്ത് പുരോഗതിയുമില്ല, അധോഗതിയുമില്ല. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച എന്തെങ്കിലും ഒരു പുതിയ മൊറാലിറ്റി ജന്തുലോകത്ത് വന്നു ചേർന്നതേയില്ല.
ഒരു കുരങ്ങിനും പിന്നീട് മനുഷ്യനാകാനുള്ള ചിന്ത ഉണ്ടായില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ ഈ ബുദ്ധിജീവി മരണത്തോടുകൂടി അങ്ങ് അവസാനിച്ചു പോകുമോ എന്നതും നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ചർച്ചയാണ്. അതിലൊന്നാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആനിന്റെ ശ്രദ്ധേയമായ ഒരു വചനത്തെ കുറിച്ചാണ്. ആ വചനം ഇവിടെ വിവരിക്കപ്പെടുമ്പോൾ കാതുകൂർപ്പിച്ച് കേൾക്കുക. കാരണം അറിവെന്നത് ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ്. പൂന്താനത്തിന്റെ ഭക്തകവിയായ പൂന്താനത്തിന് മനോഹരമായ ഒരു വചനമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ എന്ന് പറയാറുണ്ട്. അറിവെന്തിനാണ്? മനുഷ്യൻ മനസ്സിലാക്കുന്നത് എന്തിനാണ്? കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുർആനിന്റെ സവിശേഷമായ 39-ാം അധ്യായം 9-10 വചനങ്ങളിലൂടെ കടന്നുപോയാൽ നാം വായിക്കുന്ന വചനമാണ്, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ആരാണ് അറിവുള്ളവർ? ആരാണ് ബോധമുള്ളവർ? അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഉദാഹരണം, ഈ ടൗൺ ഹാൾ, ഈ കെട്ടിടം ഒരു പഴയ മോഡലാണ്. ഈ ടൗണിൽ മൂവാറ്റുപുഴയിൽ പുതിയ മോഡൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ബ്രിഡ്ജ് ഖലീഫ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, താജ്മഹൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കുത്തബ് മിനാർ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ നിർമ്മിതിയൊക്കെ കാണുമ്പോ ആരാ ഇത് നിർമ്മിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? ഏത് ബുദ്ധിജീവിക്കും ഉണ്ടാവില്ലേ? ഒരു പുതിയ കമ്പനിയുടെ വളരെ സെറ്റപ്പുള്ള ഒരു 4-വീലർ ഇറങ്ങിയാൽ നാം ചോദിക്കില്ലേ, ഏതാ ഈ കമ്പനി, ആരാണ് ഇതിന്റെ ഡിസൈനർ എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കില്ലേ? ഉണ്ട്. ഈ സ്റ്റേജ് മനോഹരമായി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണല്ലോ. ഇത് ഈ പ്രസംഗം കഴിഞ്ഞാൽ അഴിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമല്ലോ. എല്ലാവർക്കും അറിയാം ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ പിന്നിൽ ചില സംഗതികൾ പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ ഇവിടെയുള്ള ക്രൈസ്തവരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ഹൈന്ദവരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന യുക്തിവാദികളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ലിബറലുകളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ആധുനിക പുരോഗമനവാദികളോട് ഞാൻ ചോദിക്കുന്നു, ഈ സ്റ്റേജിൽ കയറി വന്ന് ഒരു യുക്തിവാദി പറയാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരാളില്ലെന്ന്. അതേ ആള് പറയുന്നു ഈ കൊച്ചു സ്റ്റേജ് പോലും ഉണ്ടാകണമെങ്കിൽ 4-5 ആൾ അധ്വാനിച്ചാലേ ഉണ്ടാകൂ എന്ന വാദം. അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഒരു കെട്ടിടം ഉണ്ടാകണമെങ്കിൽ ഇഷ്ടിക ഉണ്ടാകണം, ശക്തമായൊരു പ്ലാൻ ഉണ്ടാകണം, കമ്പി ഉണ്ടാകണം, വെള്ളം ഉണ്ടാകണം, അതിനൊരു ഡിസൈനർ ഉണ്ടാകണം, ഒരു വലിയ ബുദ്ധിയുള്ള എഞ്ചിനീയർ ഉണ്ടാകണം, ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉണ്ടാവണം. അല്ലേ? ഓരോ ഘട്ടത്തിലും ഇടപെടൽ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ അവിടെ ഇടപെട്ടുകൊണ്ട് തിരുത്തി കൊടുക്കണം. അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് ഒരു കെട്ടിടം പോലും ഉണ്ടാകുന്നതെങ്കിൽ സഹോദര ഈ സ്റ്റേജ് ഉണ്ടാകാൻ 5 പേർ വേണമെങ്കിൽ, ഈ സ്റ്റേജ് സ്ഥിതി ചെയ്യുന്ന ഈ ഫ്ലോർ ഉണ്ടല്ലോ, ഈ സ്ഥലം, അത് ഇതാ മനോഹരമായി ടൈലിട്ടിരിക്കുന്നു. അതൊക്കെ അതിന്റെ പിന്നിൽ തൊഴിലാളികളില്ലേ? ഉണ്ട്. എങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരാളില്ലെന്നോ? ഒരു മുട്ടുസൂചി ഉണ്ടാകാൻ 5 ഘടകങ്ങൾ ഉണ്ടാകണമെന്ന് പറയുന്നവർ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒന്നുമില്ല എന്ന് പറയുന്ന വിവരക്കേട് എന്തുകൊണ്ട് ലോകത്തിനുണ്ടായി? മാത്രമല്ല, ഞാൻ ഇന്ന് വിവിധ ട്രെയിനുകളിൽ കയറിയിട്ടാണ് ഈ മൂവാറ്റുപുഴയിലേക്ക് എത്തുന്നത്. അല്ലെ സഹോദര, കൃത്യമായി എത്തേണ്ട ട്രെയിൻ ഏത്? വന്ദേ ഭാരത് പോലും 10 മിനിറ്റ് ലേറ്റ് ആയിക്കൊണ്ടാണ് ട്രാക്കിലേക്ക് കയറി വരുന്നത്. എല്ലാവർക്കും അറിയാം. ഞാൻ വന്നത് വേണാട് എക്സ്പ്രസിലാണ്. 10-20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് അത് തൃശ്ശൂരിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അത്രയും സമയം ജീവിതത്തിൽ അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ 20 മിനിറ്റ് അത് മുഴുവനും നഷ്ടപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? അതേ മനുഷ്യന് കഴിയൂ. എന്നാ ഒന്ന് ചോദിച്ചോട്ടെ, 6:10 അസ്തമിക്കേണ്ട സൂര്യൻ 6:09 അസ്തമിക്കാറില്ല, 6:11 അസ്തമിക്കാതിരിക്കാറുമില്ല. ആരാണ് അതിന്റെ പിന്നിൽ? ആ ഷാർപ്പായ ടൈമിനെ കീപ്പ് ചെയ്യുന്നത് ആരാ? വിശുദ്ധ ഖുർആന്റെ മറുപടിയുണ്ട്, കേൾക്കണോ നിങ്ങൾക്ക്? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം 38-39 വചനമാണ്. അവിടെ ദൈവം പറയാണ്, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ ഒരു കൃത്യമായ കണക്കനുസരിച്ച് ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ അതിന് സഞ്ചരിക്കേണ്ട ഓർബിറ്റലുകളിലൂടെ വകുല്ലും ഫീ ഫലഖിൻ യസ്ബഹൂൻ, അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ അത് നീന്തി തുടിക്കുന്നു, ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ. 1400 വർഷങ്ങൾക്ക് മുമ്പ്
നിരക്ഷരനായ ഒരു പ്രവാചകൻ, യൂണിവേഴ്സിറ്റികളുടെ പടിവാതിൽ കണ്ടിട്ടില്ലാത്തൊരു പ്രവാചകൻ, ആസ്ട്രോണമി പഠിച്ചിട്ടില്ലാത്തൊരു പ്രവാചകൻ, ജിയോഗ്രഫി പഠിച്ചിട്ടില്ലാത്തൊരു പ്രവാചകൻ, ഓഷ്യോളജി പഠിച്ചിട്ടില്ലാത്തൊരു പ്രവാചകൻ, ആന്തരിക വിവരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്തൊരു പ്രവാചകൻ ലോകത്തിന് ഓതിക്കൊടുക്കുന്നു. സൂര്യൻ മാനവകുലമേ, അത് നിശ്ചിത സമയത്ത്. ആർക്കും അതിന്റെ പേരിൽ ടെൻഷൻ ഉണ്ടോ? എല്ലാരും ആലുവയിൽ കാത്തു നിൽക്കുന്നു ആയിരങ്ങള്, ട്രെയിന് വരുന്നില്ല. പല ഉദ്യോഗസ്ഥന്മാരും തിരുവനന്തപുരത്തെത്തണം, ട്രെയിന് വരുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞ് വിവരമറിയുന്നു ട്രെയിൻ ദുരന്തമുണ്ടായി എന്ന്. അങ്ങനെ ഒരു ദുരന്തം സൂര്യൻ എന്തേ ഇല്ലാത്തത്? സൂര്യൻ എന്തേ ഇല്ലാത്തത്? ഫോർ എക്സാമ്പിൾ, ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രകാരന്മാരിൽ ഒരാളാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ബിഗ് ബാങ് തിയറി മുതൽ തമോഗർത്തം വരെ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സൂര്യന്റെ പ്രകാശം കെട്ടടങ്ങുമെന്ന്, ചന്ദ്രനും സൂര്യനും ഒന്നു ചേരുമെന്ന്, സൂര്യന്റെ ഉള്ളിലേക്ക് ചന്ദ്രൻ വലിഞ്ഞു പോകുമെന്ന് പറയുന്നു. ഒരു ഹിപ്പോപ്പൊട്ടാമസ് വായ തുറന്ന പോലെ സൂര്യൻ അതിന്റെ വായ തുറന്നു വെക്കും, ചന്ദ്രൻ അതിലേക്ക് ആവാഹിച്ചു പോകും എന്ന് മോഡേൺ സയൻസ്. ISROയുടെ ഡയറക്ടർ പറയുന്നു, സൂര്യന് നാശമുണ്ടെന്ന്, അത് നശിക്കുമെന്ന്. വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയാണ്, എന്ത്? സൂര്യൻ നശിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ആരാധിച്ചുകൂടാ എന്ന്. സൂര്യന് നാശമുണ്ട്, നാശമുള്ളത് ദൈവമല്ല, നാശമുള്ളത് ദൈവമല്ല. 3 ദിവസം മരിച്ചു കുരിശിൽ കിടക്കുന്ന ഒരാൾ ദൈവമാവില്ല. എന്തുകൊണ്ട്? ആ 3 ദിവസം സൂര്യൻ സഞ്ചരിച്ചിരുന്നു, ചന്ദ്രൻ നിലാവലകൾ പൊഴിച്ചിരുന്നു, രാവും പകലും ഉണ്ടായിരുന്നു. ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ? മുഹമ്മദ് നബി മരിച്ചിട്ടും ലോകം നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. മുഹമ്മദ് നബിക്ക് ലോകത്ത് പങ്കുണ്ടോ? ഇല്ല. ലോകം നിയന്ത്രിക്കുന്നതിൽ പങ്കുണ്ടോ? ഇല്ല. സൂര്യൻ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ നിലാവലകൾ പൊഴുക്കുന്നു, കാട്ടാറുകൾ അതിന്റെ ശബ്ദം പൊഴിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, സാഗരങ്ങളിൽ തിരമാലകൾ ഒന്നൊന്നായി വരുന്നു. എപ്പോ? കന്യാമറിയം ഉണ്ടാകുന്നതിന് മുമ്പ്, ദേവകിയുടെ 8ാമത്തെ പുത്രനായ ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ്, ദശരഥ മഹാരാജാവിന്റെ പുത്രനായ ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ 11 മക്കളിൽ സുധാമണി എന്ന, പിന്നീട് നമ്മൾ മാതാ അമൃതാനന്ദമയി എന്ന് വിളിച്ച അമ്മ ജനിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉണ്ടായിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു, രാവുണ്ടായിരുന്നു, പകലുണ്ടായിരുന്നു. അതേ ആകാശത്തിന്റെ അനന്തതയിൽ പട്ടമിട്ട് പറക്കുന്ന പറവകൾ ഉണ്ടായിരുന്നു, ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എങ്കിൽ ഗണേശ ബാല, അതിനെ നിയന്ത്രിച്ചത് ആരാ 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 എന്ന ചോദ്യത്തിന് മൂവാറ്റുപുഴയിൽ എന്റെ പ്രസംഗം കേൾക്കുന്നവർ ഒന്നുത്തരം ചെയ്തേ. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് രാവുണ്ടെങ്കിൽ, പകലുണ്ടെങ്കിൽ, ആളുകളുണ്ടെങ്കിൽ, മനുഷ്യകുലമുണ്ടെങ്കിൽ, സൃഷ്ടികളുണ്ടെങ്കിൽ, ഭക്ഷണമുണ്ടെങ്കിൽ, പന്നീർ പുഷ്പം വിടരുന്നുണ്ടെങ്കിൽ, താമര അതിന്റെ പ്രതാപം കാണിക്കുന്നുണ്ടെങ്കിൽ, ആൽമരം അതിന്റെ തണൽ നൽകുന്നുണ്ടെങ്കിൽ, എങ്കിൽ അതാര്? അതാര്? ആ ചോദ്യം ചിന്തിക്കുന്നവരുടെ ഹൃദയത്തെ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ സൃഷ്ടിച്ച് ഏകദൈവത്വം സ്വീകരിച്ച ഒരുപാട് ആളുകളെ ഞാൻ എന്റെ ജീവിതത്തിനിടയിൽ കണ്ടിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്തയാ. ആ ചിന്തയുടെ ഏറ്റവും പ്രധാനമായ കാര്യമാണ് വിശുദ്ധ ഖുർആൻ. ഒരു ദൈവിക വചനം. ഞാൻ ആ വചനത്തെ ഗൗരവമായി നോക്കിക്കാണാൻ. ഇന്ന് നമ്മള് ഭിന്നിച്ചതിന്റെ പേരിൽ ദുഃഖിക്കുന്നു. ആർഷഭാരതം ഇന്ന് ദുഃഖത്തിലാണ്, ശ്രീരാമൻ ഇന്ന് ദുഃഖത്തിലാണ്, അയോധ്യ ഇന്ന് കലാപഭൂമിയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് മനുഷ്യർ ഭിന്നിച്ചു പോയത്? എവിടെയാണ് മാനവകുലം? നിങ്ങൾ നോക്ക്, ശ്രീനാരായണ ഗുരു, നിങ്ങളുടെ തൊട്ടടുത്ത ആലുവ മണത്തിട്ടയിലെ സർവമതങ്ങളുടെ ഐക്യ സന്ദേശത്തിന്റെ മഹാസമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൽ അദ്ദേഹം മുഴക്കിയ മുദ്രാവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ. അറിയിക്കാനാണ് ഈ സമ്മേളനം. മൂവാറ്റുപുഴയിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ സംഘടിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാം വാദിച്ച് ജയിക്കാനല്ല, അറിയാനും അറിയിക്കാനുമാണ്. എന്തിനാ ശ്രീനാരായണ ഗുരു ഒരു ജാതി? ഏതാ ജാതി? മനുഷ്യജാതിയാണ്. മനുഷ്യജാതി, ഒരു ജാതി, ഒരു മതം. 60 ജാതികളുള്ള നാട്ടിലാണ് ശ്രീനാരായണ ഗുരു എന്ത് പറയുന്നത്? ഒരു ജാതി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ഒരാള് ചോദിച്ചു, എന്ത് താങ്കളെ ഏതാ ചോദിച്ചു. കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞാലും മനസ്സിലാവൂല. ഇങ്ങനെ ശ്രീനാരായണ ഗുരുവിനോട് ചോദിക്കണേ, ഏതാ നിങ്ങള്? കണ്ടിട്ട് മനസ്സിലായില്ലേ? കാരണം ഏത് ജാതിയാന്നാ ചോദിക്കണത്. ചോദ്യകർത്താവ് ചോദിക്കണേ ഏതാ ജാതിന്നാ.
കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ സ്വാമി വിവേകാനന്ദൻ 2 ദിവസം പുറത്തിരുന്നിട്ടുണ്ട്. എന്തിനെന്നറിയോ? ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ജാതി പറയേണ്ടി വരും എന്നതുകൊണ്ട്. അങ്ങാരാ, ജാതി ഏതാ പറയാൻ വിവേകാനന്ദൻ തയ്യാറായില്ല. എങ്കിൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ 2 ദിവസം അവിടെ നിന്നു. എന്നിട്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി പൽപുവിനെ കണ്ടു. എന്നിട്ട് ഡോക്ടർ പൽപുവിന്റെ കൂടെ ഇരുന്നു. എന്നിട്ട് കേരളത്തെ ഭ്രാന്താലയം എന്ന് അദ്ദേഹം വിളിച്ചു. ജാതി ഭ്രാന്ത് കൊണ്ട് അല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ ചണ്ടാല ഭിക്ഷുകയിൽ ദുരവസ്ഥയിൽ. അല്ല ഇവൻ ഇന്നൊരു പുലയനല്ലേ? അല്ലാ മതം സ്വീകരിച്ചാൽ ഇല്ല ഉച്ചനീചത്വം ഇല്ലത്തും പോയിടാം പെണ്ണേ എന്ന് കവി പറഞ്ഞ അതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇവിടെ ജാതീയത ഉണ്ടായിരുന്നു, വിഭാഗീയത ഉണ്ടായിരുന്നു. ഭഗവത്ഗീതയിൽ പോലും പിൽക്കാലത്ത് ജാതീയതയുടെ വാചകങ്ങൾ ബ്രാഹ്മണന്മാർ കടത്തിക്കൂട്ടിയില്ലേ? ഉണ്ടായിട്ടില്ലേ? തദിഹ രമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അബദ്ധ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി ചണ്ഡാല യോനി എന്ന് വിളിക്കപ്പെട്ടിരുന്നില്ലേ? എല്ലാ ബ്രാഹ്മണ യോനിയിൽ ജനിച്ചവനെ അല്ലേ? നോക്കൂ, ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ നിന്ന് വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രൻ അല്ലേ? ഭഗവത്ഗീതയിൽ പോലും എന്താ വന്നത്? ചതുർവർണ്ണ്യം മയസൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ. ഗുണം നോക്കിയിട്ടാണ് ജാതീയത എന്ന് വ്യാഖ്യാനിച്ചു അല്ലേ? അല്ലേ? നിങ്ങൾ അറിയില്ലേ? നിലത്ത് കുഴികൊത്തി പ്ലാവിന്റെ ഇലയിൽ കഞ്ഞി കൊടുത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നാം കാണുന്ന പുരോഗതിയിലേക്ക് നിങ്ങൾക്കറിയുമോ? മഹാനായ ഭരണഘടനയുടെ മഹാശില്പി BR അംബേദ്കർ പബ്ലിക്കിലെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഞാൻ ഹിന്ദുമതം ഉപേക്ഷിക്കുകയാണ്. ആ പ്രസംഗം കഴിഞ്ഞു. അദ്ദേഹം വീട്ടിലോട്ട് പോയി. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ശരി അങ്ങ് ഹിന്ദുമതം വിട്ടു, ശരി സമ്മതിച്ചു, അങ്ങ് പിന്നെ ഏത് മതാ സ്വീകരിക്കുന്നത്? അദ്ദേഹം മിണ്ടിയില്ല. മിണ്ടാതിരിക്കാൻ പല കാരണവും ഉണ്ടായിരുന്നു. മിണ്ടാതിരിക്കാൻ മൗലിക കാരണം ജീവന് ഭീഷണി. അങ്ങനെ മുഴക്കിയിരുന്നു അന്നത്തെ ഹിന്ദു മഹാസഭ. അറിയണം കഴിഞ്ഞകാല ചരിത്രം എന്ത് എന്ന് നാം അറിയണം. സ്വാമി വിവേകാനന്ദൻ ഒന്നും, BR അംബേദ്കർ ഒന്നും മിണ്ടിയില്ല. അവസാനം വന്ന ആളുകൾ ചോദിച്ചു, ശരി ഞങ്ങൾ ഏത് മതം സ്വീകരിക്കണം? ഞങ്ങളേത് മതം സ്വീകരിക്കണം? BR അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളൂ. എന്നിട്ടും അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത്? അദ്ദേഹത്തിന് ഒരു ഭീഷണി ഉണ്ടായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചാൽ താങ്കളുടെ അനുയായികളെ ചുട്ട് കരിച്ചു കളയും. നമ്മൾ കേട്ടിട്ടുണ്ടോ ഇത്? അതായിരുന്നു ഇന്ത്യ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതുന്നൊരു വാചകമുണ്ട്, ഈ അമ്പാട്ടകളെ പോലെ ഇസ്ലാമിലേക്ക് അക്കാലഘട്ടത്തിൽ ആളുകൾ ഒഴുകി. ചില നാടൊക്കെ ഒന്നിച്ച് ഇസ്ലാമായി. എന്താ കാരണം? തൊട്ടുകൂടായ്മല്ലായിരുന്നു, തീണ്ടിക്കൂടായ്മല്ലായിരുന്നു, ജാതീയത ഇല്ലായിരുന്നു, കറുത്തവൻ എന്ന പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾക്കറിയുമോ, എത്യോപ്യയിലെ ചന്തയില് കന്നുകാലികളുടെ കൂടെ കയറിട്ട് കെട്ടി കൊണ്ടുവന്ന ആളായിരുന്നു എത്യോപ്യക്കാരനായ ബിലാൽ. ആ ബിലാലിനെ കണ്ടെടുത്തത് അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹ്. ആ റസൂലിന്റെ കൂടെ ജീവിച്ച ബിലാലിനോട് പ്രവാചകൻ പറയുന്നുണ്ട്, ഇഫ്തഹിൽ ബാബക യാ ബിലാൽ. ബിലാൽ കഅബത്തിന്റെ വാതിൽ തുറന്ന് ബാങ്കുലി മുഴക്കൂ ബിലാൽ. അപ്പൊ ചോദിക്കുന്നുണ്ട് ബിലാൽ, വെളുത്ത വർഗക്കാരനായ അബൂബക്കർ, വെളുത്ത വർഗക്കാരനായ ഉസ്മാൻ, വെളുത്ത വർഗക്കാരനായ അലി, ഇവരൊക്കെ ജീവിച്ചിരിക്കവേ ഈ കറുത്ത കാപ്പിരിയായ എന്നോടാണോ അത് ഉദ്ഘാടിക്കാൻ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ, അതേ നിന്നോട് തന്നെ. വെളുത്തു തുടുത്ത പ്രവാചകന്റെ ഷോൾഡറിൽ ഈ കേബിന് പോലെ കറുത്ത, പത്തിരി മൂക്കുണ്ടായിരുന്ന, സ്പ്രിങ് പോലെ മുടിയുണ്ടായിരുന്ന ആ കാപ്പിരിയായ ബിലാൽ, ഹൈറ്റ് കുറഞ്ഞ ബിലാൽ പ്രവാചകന്റെ ഷോൾഡറിൽ ചവിട്ടുന്നു. പ്രവാചകന് പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ ആശയം അതാണ്. മൈക്ക് ടൈസൺ ഇസ്ലാം സ്വീകരിച്ചു, മുഹമ്മദ് അലി ക്ലേ, ഇവരൊക്കെ എന്താ കാരണം? മാൽക്കം എക്സ്, എന്തേ ദ റോഡ് ടു മക്ക, മുഹമ്മദ് അസദ്, എന്തേ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചത്? അടിസ്ഥാനപരമായ കാരണം ഉണ്ടായിരുന്നു. കറുത്തവൻ വെളുത്തവൻ ആ ചിന്തയേ ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ഒരു ആശയമേ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ മാനവരാശി എന്തോ അത്, മനുഷ്യരാശി എന്തോ അത് ഇസ്ലാമിലുണ്ട്. ആണും പെണ്ണും, ആണും പെണ്ണും ഒറ്റ ജാതി. യേശു പറഞ്ഞ അതാ, എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂല. മനുഷ്യജാതി, അവിടെയാണ് ഇസ്ലാം പറയുന്ന ഒരു വാചകം കേട്ടോളൂ. ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം. കാനന്നാസു ഉമ്മതൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന വമുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫൂ ഫീഹി. എന്താ പറയുന്നറിയോ? മനുഷ്യ സമുദായം ഒരേക സമുദായമായിരുന്നു. മാനവ സമൂഹം ഏക സമുദായം. ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ആദം മുതൽ നോഹ പ്രവാചകൻ വരെ 10 തലമുറ ലോകത്ത് കഴിഞ്ഞു. ഒറ്റ മതം, ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജാതി. അതാ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. എന്തേ ശ്രീനാരായണ ഗുരു അങ്ങനെ പറയാൻ? അന്നത്തെ ഇന്ത്യയുടെ പശ്ചാത്തലം, സാഹചര്യം. അദ്ദേഹം ശിവനെ പ്രതിഷ്ഠിച്ചപ്പോ ആളുകൾ ബഹളുണ്ടാക്കി. പറഞ്ഞു, ബഹളുണ്ടാക്കണ്ട, അത് ഈയവ ശിവനാണ്, ബ്രാഹ്മണ ശിവനല്ല, ഈയവ ശിവനാണ്. നിങ്ങളെ ശിവനല്ല, ബേജാറാവണ്ട, എന്റെ ശിവനാണ് എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആലോചിക്കാനാണ്. അത്ര അർത്ഥഗർഭമായിരുന്നു അക്കാലഘട്ടത്തിലെ ചർച്ചകൾ മുഴുവനും. അപ്പൊ ഒരു ജാതി, മനുഷ്യജാതി, ഒരു മതം, ദൈവത്തിന്റെ മതം, മനുഷ്യന്റെ മതമല്ല, ദൈവത്തിന്റെ മതം. സൂര്യൻ ആരാണോ സൃഷ്ടിച്ചത് അവൻ മതം അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, നിലാവലകൾ, ഇതൊക്കെ ആരാണോ സംവിധാനിച്ചത് അവൻ തന്നെ മതവും അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ദൈവിക മതം. ആ മതത്തിലേക്കാണ് മാനവകുലം മടങ്ങിപ്പോകേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു. ഏതാണ് ആ മതം? ദൈവികം എന്ന് ഉറപ്പുള്ളത്. അതെങ്ങനെ മനസ്സിലാവും? അതിനാണ് ഈശ്വരൻ മനുഷ്യന് ബുദ്ധി നൽകിയത്. മനുഷ്യന് ബുദ്ധി നൽകിയത് അതുകൊണ്ടാണ്. ഒരൊറ്റ ദൈവത്തിലേക്കുള്ള വിളി, സർവശക്തനായ പ്രപഞ്ചനാഥനിലേക്കുള്ള വിളി. ഇവിടെ എന്താ പറയുന്നത്? കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന വമുബശ്ശിരീന വമുൻദിരീൻ. അത്ഭുതകരമായ വാചകമാണ്. ആദാം മുതൽ നോഹ പ്രവാചകൻ വരെയുള്ള 10 തലമുറയിൽ ബിംബങ്ങളില്ല, ക്ഷേത്രമില്ല, പള്ളിയില്ല, ചർച്ചില്ല, ഒന്നുമില്ല. ആലോചിക്കാനാണ്. വേറെ വേറെ ദൈവവിശ്വാസമില്ല. ആദാം മുതൽ നോഹ പ്രവാചകൻ വരെയുള്ള 10 തലമുറ ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത, ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത, ഒരൊറ്റ മതം. അതായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതെങ്ങനെ രണ്ടായി? വിശുദ്ധ ഖുർആൻ പറയാണ്, അവർ ഭിന്നിച്ചു. ആര് ഭിന്നിച്ചു? നോഹ പ്രവാചകന്റെ കാലക്കാർ, ഒരു ദൈവത്തിന്റെ പ്രവാചകന്റെ അനുയായികൾ. എങ്ങനെ ഭിന്നിച്ചു? വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയാൻ. അതായത് നോഹ പ്രവാചകന്റെ കാലമായി 5 മഹാന്മാരായ, എവിടെയാണ് ഹൈന്ദവർക്ക്, ക്രൈസ്തവർക്ക്, മുസ്ലിങ്ങൾക്ക് ഒക്കെ തെറ്റുപറ്റിയത് എവിടെയാണ്? അത് പ്രാമാണികമായി വിവരിക്കുകയാണ്. വെറും വാചക കസർത്തല്ല, തെളിവിന്റെ പിൻബലത്തോടെയാണ് പറയുന്നത്. ആ നോഹ പ്രവാചകന്റെ കാലം 5 മഹാന്മാർ, വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഈ 5 മഹാന്മാർ അവരുടെ രൂപമുണ്ടാക്കി. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൗണുകളിൽ ആ നിൽക്കുന്ന പ്രതിമ പോലെ കൊണ്ടുപോയി നാട്ടി. അതിനവരാരും ആരാധിച്ചില്ല, മറിച്ച് ആ മഹാന്മാരുടെ മഹത്വം പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത തലമുറ വന്നു. ആ തലമുറക്ക് പിശാച്, ഇബ്ലീസ്, മാനവകുലത്തിന്റെ ശത്രു ദിവ്യ വെളിപാട് നൽകി. ഇതാ, ഇവർ നിങ്ങളെ സഹായിക്കും, അഭൗതികമായ മാർഗത്തിലൂടെ സഹായിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അള്ളാഹു അവർക്ക് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായ ഉസ്താദുമാരുടെ പ്രസംഗം നോഹ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നു. ആ പ്രസംഗത്തിലൂടെ അവർ പറഞ്ഞു, ഇലാഹാണെന്ന് വിശ്വസിക്കണ്ട, ഇവർ അള്ളാന്റെ മഹാന്മാരാണ്, അള്ള കഴിവ് കൊടുത്തവരാണ്, അവരോടാണ് നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കേണ്ടത് എന്ന നിലയിൽ ആദ്യത്തെ വാചകങ്ങൾ ഉണ്ടായി. അങ്ങനെ ഈ 5 മഹാന്മാർ ലോക ചരിത്രത്തിൽ ആരാധിക്കപ്പെട്ടു. അപ്പോഴാ ഒരു ദൈവദൂതൻ വന്നത്. ആദാമിന്റെ 2 മക്കളിൽ ഒരാളെ കൊന്നു.
ദൈവം പ്രവാചകന്മാരയച്ചില്ല. നേരെ മറിച്ച്, കാരണം ഒരാളെ കൊന്നു എന്നുള്ളത് കൊണ്ട് രണ്ട് മതസമൂഹം ഉണ്ടാവൂല. നേരെ മറിച്ച് രണ്ട് ദൈവം ഉണ്ടാകുമ്പോ രണ്ട് ദൈവസങ്കല്പം ഉണ്ടാവും. മൂന്ന് ദൈവം ഉണ്ടാകുമ്പോ മൂന്ന് ദൈവസങ്കല്പം ഉണ്ടാവും. മൂന്ന് ദൈവസങ്കല്പം ഉണ്ടാകുമ്പോ മൂന്ന് ഗ്രൂപ്പ് ഉണ്ടാവും. 33 കോടി ഉണ്ടാകുമ്പോ 33 കോടി ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ മനുഷ്യൻ ഒന്നാകല്ല, ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ആദാം മുതൽ നോഹ പ്രവാചകൻ വരെ ഒരൊറ്റ ജനത. സഹോദരങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒറ്റ ദൈവത്തെ വിളിച്ചാരാധിച്ച് തമ്മിൽ അവരെ കഴുത്തിറക്കാതെ, മതത്തിന്റെ പേരിൽ കഴുത്തിറക്കാതെ ആ 10 തലമുറ ജീവിച്ചു പോന്നു. പിന്നെന്തുണ്ടായി? പിന്നെ 5 മഹാന്മാരെ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. അങ്ങനെ ആ 5 ആളുകൾ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അപ്പൊ എന്തുണ്ടായി? ദൈവേതരെ ആരാധിക്കുന്ന ഒരു മതമുണ്ടായി, ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു മതമുണ്ടായി. അങ്ങനെ വ്യത്യസ്ത ദൈവങ്ങളുണ്ടായി. അതുകൊണ്ടാണ് സിനിമാ നടൻ ബൈജുവുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ നടക്കുന്നിടത്ത് ആ ഇന്റർവ്യൂയിലൂടെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് വിശ്വാസിയാണോ? അങ്ങ് ഈ കാര്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങൾ ആ ക്ലിപ്പ്, അദ്ദേഹവുമായുള്ള ഒരു ഇന്റർവ്യൂ, ഒരു സിനിമാ നടനാണ്. അദ്ദേഹം പറയുന്ന ആശയം നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയത്തിന്റെ കോർ വിഷയമായതുകൊണ്ടാണ് ആ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടോളൂ. ഒരു മാനവൻ രാശിക്ക് 3 ദൈവങ്ങളോ? ദൈവം എന്ന് പറയുന്നത് ഒരാളെ പാടുള്ളൂ. മനുഷ്യർക്കെല്ലാം കൂടെ ഒരു ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഇത് ഒരു വിഭാഗത്തിന് ഒരു ദൈവം, വേറൊരു വിഭാഗത്തിന് വേറൊരു ദൈവം, അല്ലാത്തൊരു വിഭാഗത്തിന് വേറെ കുറെ ദൈവം. ഇതെന്ത് ദൈവങ്ങൾ? ഇത് എവിടെ തിരിഞ്ഞാലും ദൈവം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. കേവലം ഒരു സിനിമാ നടനാ. ക്രൈസ്തവ പണ്ഡിതനല്ല, ഹൈന്ദവ പണ്ഡിതനല്ല, ഇസ്ലാമിന്റെ പണ്ഡിതനല്ല. സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യന്റെ വികാസമാണ് ആ ബുദ്ധി. മനുഷ്യന് 100 ദൈവമോ? മനുഷ്യൻ ഒരുപാട് ദൈവങ്ങളോ? ഞാൻ വിശ്വസിക്കില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് മനുഷ്യന്റെ പ്രകൃതി. വിശുദ്ധ ഖുർആൻ പറയുന്നതറിയോ? ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യനെ സൃഷ്ടിച്ച പ്രകൃതമാണ്, അവനെ സൃഷ്ടിച്ച സിട്ടാവൻ അവൻ കീയൊതുങ്ങുക എന്നത്. അല്ലെ, ആലോചിച്ചു നോക്ക്. ഒരൊറ്റ ദൈവം എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ലോകവേദങ്ങളൊക്കെ ഒരൊറ്റ ദൈവത്തെ കുറിച്ചേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഒരൊറ്റ ദൈവം. ഞാൻ പറയുന്നു, ബൈബിൾ നിങ്ങൾ വായിച്ചോ, ബൈബിൾ നിങ്ങൾ വായിച്ചോ, ഏകനായ ദൈവത്തെ കുറിച്ചേ പരാമർശമുള്ളൂ. മറ്റതൊക്കെ നമ്മുടെ ദുർവ്യാഖ്യാനങ്ങളാണ്. ഹൈന്ദവ വേദങ്ങൾ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ. ഈശാവാസ്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്, ഇതിലെല്ലാം ഏകദൈവത്തെ കുറിച്ച് പറയും. അല്ലെ, ആ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചാൽ മനുഷ്യൻ എത്തിപ്പെടുക ഐക്യത്തിലാണ്. ഇവിടെ ഖുർആൻ പറയുന്നത് എന്താണ്? അവർക്ക് വേദഗ്രന്ഥം നൽകി. എന്തിന്? അവർ ഭിന്നിച്ച കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ. എന്തേ ഭിന്നിച്ചത്? ഒന്നിലധികം ദൈവമുണ്ട് എന്നുള്ള വാദം. ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് ദൈവമുണ്ടെന്ന വാദം. ആ വാദം വന്നപ്പോ എന്തുണ്ടായി? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ലോകത്ത് ഇപ്പൊ നമ്മുടെ രാജ്യം കേരളം, നമ്മുടെ സ്റ്റേറ്റ്, അതിൽ നിങ്ങൾ നോക്കൂ, ഹൈന്ദവർക്കില്ലാത്ത വാദം, ക്രൈസ്തവർക്കില്ലാത്ത ഏറ്റവും വലിയ അപകടം പിടിച്ച വാദത്തിലാണ് മുസ്ലിം പണ്ഡിതന്മാർ. 35 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ വരുന്ന എന്റെ കോഴിക്കോട് ജില്ലയിൽ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന ഒരു മനുഷ്യനാണത്രേ ഈ ഭൂമി നിയന്ത്രിക്കുന്നത്, സൂര്യൻ നിയന്ത്രിക്കുന്നത്. 14 18,000 ലോകവും നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ വേണ്ടിയാ പറയുന്നത്. 18,000 ലോകം നിയന്ത്രിക്കുന്നത് ആരാ? ഒരു കൈപ്പിടി വലുപ്പത്തിലെ ഹൃദയം നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരാള്. മനസ്സിലായില്ല? CM മടവൂര് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കബറടക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ശരിക്കും ഞാനൊക്കെ ആലോചിച്ച എന്റെ ഒക്കെ ഒരു ചിന്ത ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം, നമ്മളിങ്ങനെ പൾസ് പരിശോധിക്കും, ഹാർട്ടിന്റെ മിടിപ്പ് പരിശോധിക്കും. അപ്പൊ മിനിറ്റിൽ 72 തവണ അതിങ്ങനെ പൾസ് കുറഞ്ഞു ഒരാളെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ശ്വാസം കൊടുക്കണ്. എന്നിട്ട് പറയണെന്ത്? ശ്വാസം വളരെ കുറവാണ്, അല്ലെ? 72-ൽ നിന്ന് 70.
72-ൽ നിന്ന് 70-ൽ, 70-ൽ നിന്ന് 60-ൽ, 60-ൽ നിന്ന് 50-ൽ, 40-ൽ, 30-ൽ, 20-ൽ, 10-ൽ, 8-ൽ, 7-ൽ, 5-ൽ ഒക്കെ എത്തുമല്ലോ ഏതൊരു മനുഷ്യനും. അങ്ങനെ ഹാർട്ടിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുമ്പോൾ അല്ലെ, ആ ഹാർട്ടിന്റെ ഒരു കൈപ്പിടിയുടെ വലുപ്പത്തിലെ ഹൃദയം, ഓരോ മനുഷ്യന്റെ കൈപ്പിടിയുടെ വലുപ്പമായിരിക്കും ഒരു ഹൃദയത്തിന്. ആ ഹൃദയം ഉണ്ടായിരുന്നു CM മടവൂരിനും അല്ലെ. ആ CM മടവൂരിന്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അദ്ദേഹം മരിച്ചത്? ചിന്തിക്കില്ല. വലിയ ഉസ്താദ, സൂര്യസമാനമായ അറിവ്, ചന്ദ്രസമാനമായ അറിവ്, അങ്ങനെയൊക്കെയാ പറയണേ. കമറുല്ലുലമയാണ്, സംശുലമയാണ് എന്നൊക്കെ പറയണത്. ആ ആളുകളാ പറയണത് ഒരു ഹൃദയമിടിപ്പ്. മനുഷ്യരെ, തലച്ചോറുള്ളവരെ ചിന്തിക്ക്. ഒരു ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കാനാകാത്ത ഒരാള് സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ നിയന്ത്രിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം, ക്ഷമിക്കണം. ഒരാൾ മുജാഹിദാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഓനെ തലച്ചോറുണ്ട് എന്നർത്ഥം. ഒരാൾ വിസ്താകുക എന്ന് പറഞ്ഞ അർത്ഥമല്ലോ ഓന്റെ ബുദ്ധി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം. ക്ഷമിക്കണം. കാരണം വിസ്തം എന്ന് പറഞ്ഞാൽ അറിവ് എന്നല്ല, തിരിച്ചറിവ് എന്നാണ്. തിരിച്ചറിവ്. ഒരു ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കാനാകാതെ മരിച്ച ഒരാള് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നതും വിശ്വസിക്കുന്നവർ കേരളത്തിലെ മുസ്ലിം, ഞാൻ ഇന്ന് വരെ ഞാൻ എത്രയോ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, സന്യാസിമാരുടെ കൂടെ പ്രസംഗിച്ചിട്ടുണ്ട്, ഗുരു നിത്യചൈതന്യതയുടെ കൂടെ പോലും എനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ട് യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഹിന്ദു പോലും എന്ത് പറയുന്നില്ല, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ശ്രീരാമനാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മോ കേട്ടിട്ടുണ്ടോ? ലോകത്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ടും മൊയ്ലിയാമാര് സ്റ്റേജിൽ കയറിയിട്ട് പറയാണ് എന്ത്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിന്റെ നിയന്ത്രണാധികാരം മൊയ്തീൻ ശൈഖിനാണ് എന്നാണ് ഇവിടെ ഒരു വിദ്വാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വിവരക്കേടുകൾ മനുഷ്യർ കൈമുതലാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താ. ലോകം ഒരുപാട് പുരോഗമിച്ചു, പക്ഷെ തലച്ചോറ് ശുഷ്കിച്ച് ഈത്തപ്പനെന്നാൽ ഉണങ്ങിയ പോലെ ഉണങ്ങിപ്പോവാണ് പലരും. എനിക്കതിൽ ദുഃഖമുണ്ട്. സഹോദര, ആലോചിച്ചു നോക്കി. ഈ പ്രപഞ്ചത്തിന്റെ സിട്ടാവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, സൂര്യനെ നിയന്ത്രിക്കുന്ന സിട്ടാവിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ഹൃദയത്തിന്റെ മിടിപ്പ് പോലും നിയന്ത്രിക്കാനാകാത്ത സൃഷ്ടികളെ കുറിച്ച് മഹാത്മ്യമാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ നിങ്ങളെ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് വളരെ ഗൗരവമായി വേദഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥത്തിൽ നിന്ന് ഒന്നും എന്റെ വകയായി പറയാതെ, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾക്കറിയാം, മാലാഖ്യ മുതൽ നിങ്ങൾക്കറിയാം, അവിടെ ഉൽപ്പത്തി പുസ്തകം മുതൽ ആരംഭിച്ച് മാലാഖ്യ വരെയുള്ള 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ നിലകൊള്ളുന്നു. ആ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 7-ന്റെ 1-ാമത്തെ 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം തന്നെ എന്താണെന്നറിയോ? കർത്താവ് പറഞ്ഞു, ഞാനാണ് സർവശക്തനായ ദൈവം, നീ എന്റെ മുമ്പാകെ നടക്കുക. ഞാനാണ് സർവശക്തനായ ദൈവം, നീ എന്റെ മുമ്പാകെ നടക്കുക. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. അപ്പൊ സർവശക്തനായ, അലാകുല്ലി ഷൈഇൻ ഖദീറായ, എല്ലാറ്റിനും കഴിവുള്ള ഒരു ദൈവത്തെ പറ്റി ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം പറയുന്നു. അന്ന് യേശുവില്ല, കന്യാമറിയമില്ല, കുരിശുമരണമില്ല, ഒന്നുമില്ല. ആ കാലത്ത് സർവശക്തനായ ഒരു ദൈവം, ആ ദൈവം ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവം. ബൈബിളുടെ പുറപ്പാട് 34-ാം അധ്യായം, ഞാൻ ഓരോ ഉദ്ധരണി സാമ്പിളിന് നമ്മുടെ വിഷയത്തോട് പൂർണ്ണമായി കൂറുപുലർത്തുന്ന ബൈബിൾ വചനങ്ങൾ, വേദവചനങ്ങൾ, ഖുർആനിക വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, പഠിക്കാൻ വേണ്ടി. കാരണം മരണം എപ്പോഴാണ് ഓരോരുത്തർക്കും സമാഗതമാകുന്നത് എന്ന് നമുക്കറിയില്ല. ഒരു ക്രിസ്ത്യാനിയോടും, ഒരു ഹൈന്ദവനോടും, ഒരു മുസ്ലിമിനോടും, ഒരു നിരീശ്വരവാദിയോടും അവന്റെ മരണ ഡേറ്റ് പറഞ്ഞിട്ടില്ല. അവന്റെ മരണ ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഡെത്ത് ഡേറ്റ് പറയാത്തത് കൊണ്ട് അവൻ ചിന്തിക്കട്ടെ. നോക്കൂ, പുറപ്പാടിലെ 34-ാം അധ്യായം 6-7 വചനങ്ങൾ. കർത്താവ്, അതെ കർത്താവ് കാരുണ്യവും പ്രസാദവുമുള്ള ദൈവമാകുന്നു, ക്ഷമയും അചഞ്ചലതയും വിശ്വാസ്യതയും നിറഞ്ഞവനാകുന്നു, ആയിരങ്ങളോട് അചഞ്ചല സ്നേഹമുള്ളവനും അതിക്രമവും പാപവും പൊറുക്കുന്നവനും കരുണാമയനുമായ സർവശക്തനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നാണ് പറയുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ പിടിച്ച് കുരിശിലേറ്റുക എന്നത് നീതിവിരുദ്ധമാണ്. അതുകൊണ്ട് അത് നടക്കില്ല എന്നാണ് വേദഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ആയിരങ്ങളോട്, പാപികളോട് പാപം പൊറുക്കുന്നവനാണ് ആര്?
ദൈവം, ബൈബിൾ പരിചയപ്പെടുന്ന ദൈവം, ആ ദൈവം ഒരു പാപവും ചെയ്യാത്ത യേശുക്രിസ്തുവിനെ പിടിച്ച് കുരിശിലേറ്റി, അതും ബാക്കിയുള്ളവർ ചെയ്തതിന്റെ പേരിൽ. ഒരാളൊരു വീട്ടിൽ കയറി മോഷ്ടിച്ചു, എന്നിട്ട് വേറൊരുത്തൻ കിടന്നുറങ്ങുന്നത് ഓനെ പിടിച്ചിട്ട് ശിക്ഷിക്കുക. നമ്മൾ അംഗീകരിക്കോ? നമ്മുടെ ബുദ്ധി കൊടുത്ത് ആലോചിക്കുക. തെറ്റ് ചെയ്ത ആരോ ഒരാൾ, ആ ആൾക്ക് വേണ്ടി തെറ്റ് ചെയ്യാത്ത യേശുവിനെ പിടിച്ച് കുരിശിലേറ്റുന്ന പണി ദൈവം ചെയ്യോ? ചെയ്യില്ല. ബൈബിൾ പരിശോധിച്ചാൽ കാണാം, ചെയ്തിട്ടില്ല എന്ന് ബൈബിളിൽ കാണാം. യേശു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു, യേശുവിനെ ശക്തിപ്പെടുത്തി എന്നും ബൈബിൾ പറയുന്നു. ആലോചിച്ചു നോക്കണം. ഞാൻ നിങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായ 2-3 വാചകങ്ങൾ കൂടെ ബൈബിളിൽ നിന്ന് പറയാം. ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. എങ്ങനെ ബൈബിളിലെ വാചകമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. ഇന്ന് ബൈബിളിലെ നമ്മൾ ഈ എവിടെയെങ്കിലും ഒരു ചർച്ച കയറി ഒരു ബൈബിള് കയ്യിലെടുത്ത് ആ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാചകം എന്താണ്? ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, ഏക കർത്താവ്, ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. എന്താ പറഞ്ഞേ? ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. കുൽ ഹുവല്ലാഹു അഹദ് അഹദ്. നോക്കൂ, നിങ്ങൾ അവിടെ നോക്ക്. യഹ് ഏകൻ, ഏകം സത് ബഹുദാ വിപ്രാവദന്തി തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ദൈവവിശ്വാസത്തെ കുറിച്ച് യോ ദേവാനാം നാമദ ഏകേവ, ഏകത്വത്തെ കുറിച്ചാ പറയുന്നത്. തമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃപ്രഹർത്തൃ ത്വമേകം വരം നിശ്ചലം നിർവികൽപ്പം. ഏകം എന്ന് 5 തവണയാണ് വേദം പറയുന്നത്. 5 തവണ ഏകം മേഘം. കുൽ ഹുവല്ലാഹു അഹദ്. പറയുക, ദൈവം ഏകനാണ്. ഇവിടെ എന്താ പറയുന്നത്? ഇസ്രായേലേ കേട്ടാലും, പ്രഭോ ഗുരോ, ഏറ്റവും പ്രഥമമായ കൽപ്പന ഏതാണ് എന്ന് മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറയണെന്നറിയോ? ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ എങ്ങനെ അവനെ സിംഗുലറാണ് അല്ലെ? നല്ല ആലോചിച്ച് നോക്കൂ. പ്ലൂറൽ അല്ല, സിംഗുലറാണ്. അവനെ, അവരെ എന്നല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? അവരെ 3 പേരെയും കൂട്ടിക്കൊണ്ടാന്ന് പറയും. ഒരാൾ ഒറ്റക്ക് ഗേറ്റിൽ നിന്നാലോ അവനെ കൂട്ടിക്കൊണ്ടാന്ന് പറയും. അത് തിരിയാത്ത മലയാളികളുണ്ടോ കേരളത്തിൽ? മൂവാറ്റുപുഴയിലെ മലയാളം തിരിയാത്തവരില്ല എന്നാണ് എന്റെ വിശ്വാസം. നല്ല മലയാളം സംസാരിക്കുന്നവരാണ് മൂവാറ്റുപുഴക്കാർ. അവനെ എന്ന് പറഞ്ഞാൽ 100 ആൾ എന്നാണ് അർത്ഥമുണ്ടോ? അവരെ എന്ന് പറഞ്ഞാലോ 1 കൂടുതലായി അല്ലേ? ഇവിടെ ബൈബിള് പറയുന്ന എന്താണ്? ഇസ്രായേലെ കേട്ടാലും നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ, എന്റെയും നിങ്ങളുടെയും ദൈവം ഏകനാണ്. ഞങ്ങളെ ദൈവമാണ് എന്നല്ല, എന്റെയും നിങ്ങളുടെയും ദൈവം ഏകനാണ്. ഇത് ബൈബിളിലുണ്ട്. ഇത് നമ്മൾ കാണും. ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ ബൈബിൾ പ്രകാരം ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നല്ലോ യേശുവിനെ ആരാധിക്കാത്ത. കാരണം യേശുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ അടിമയാണ്. ഇന്നി അബ്ദുല്ലാ, ഞാൻ ദൈവത്തിന്റെ അടിമയാകുന്നു. ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ, എന്നെ ദൈവം പ്രവാചകനാക്കി. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം ഗലീലിയായിൽ വന്ന് യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പൊ യേശു ദൈവം ഒന്നാവോ? യേശു ദൈവമാണെങ്കിൽ യേശുവിന്റെ സുവിശേഷം പറഞ്ഞു പറഞ്ഞാൽ പോരെ? യേശു ദൈവത്തിന്റെ സുവിശേഷം. യേശു ക്രിസ്തു ബൈബിൾ പറയുന്നത്, ഞാൻ വന്നത്, കേട്ടോളൂ നിങ്ങൾ ആ വാചകം, അദ്ദേഹം പറയുന്ന വാചകം കേട്ടോളൂ. ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. എങ്ങനെ ബൈബിള് വായിക്കുമ്പോൾ, ഞാൻ ബൈബിള് വായിക്കുന്ന ആളാണ്. ഈ ബൈബിള് വായിച്ചപ്പോ എനിക്ക് കിട്ടിയ വാചകമാണ് ഈ പറയുന്നത്. എന്താ പറയുന്നത്? ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. അപ്പൊ ആരാ നിയോഗിച്ചത്? ഏത് ബുദ്ധിയുള്ളവനും ചോദിക്കും, ആരാ യേശുവിനെ നിയോഗിച്ചത്? ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞാടുകളിലേക്ക് യേശുവിനെ നിയോഗിച്ച ആളാരാ? അത് യേശുവിനാവോ? ഞാൻ എന്നെ തന്നെ എന്നിലേക്ക് നിക്ഷേപിക്കുന്നു, അതുണ്ടാവോ? ഞാൻ എന്നെ തന്നെ ഈ രാജ്യത്തിൽ നിയോഗിച്ചിരിക്കുന്നു. ആരാ നിയോഗിച്ചത്? ഞാൻ തന്നെ. ആരാ നിയോഗിച്ച്? എന്നെ തന്നെ. അങ്ങനെ ഉണ്ടാവോ?
അങ്ങനെ ഉണ്ടാവോ? മനുഷ്യകുലമേ അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ആര് നിയോഗിച്ചു? ചോദ്യമാണ്. മത്തായിയുടെ സുവിശേഷം 15:24 നാം എന്ത് ചെയ്യും? ബൈബിളിലുള്ള വാചകമാണ്. യേശുവിനെ നിയോഗിച്ചു. അപ്പൊ നിയോഗിച്ച ആള് വേറെ, നിയോഗിക്കപ്പെട്ട വ്യക്തി വേറെ. നിയോഗിക്കപ്പെട്ട് ആരിലേക്കാ വന്നത്? ലോകം മുഴുവനാണോ? അല്ല, പിന്നെയോ ഇസ്രായേൽ ഭവനത്തിൽ കാണാതെ പോയ കുഞ്ഞാടുകളിലേക്ക്. അതുകൊണ്ട് യേശു പറഞ്ഞത് ലോകത്തിന് മുഴുവനും ഒരു സുവിശേഷകൻ വരുന്നു എന്ന് പ്രവാചകനെ കുറിച്ച് പ്രവചനം നടത്തിയത്. ബൈബിൾ അങ്ങനെ വായിച്ചോ? ബൈബിളിലെ കൃത്യമായ വാചകം എന്നെ നോക്കൂ. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. വളരെ വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷം 5:17, 5-ാം അധ്യായത്തിന്റെ 17. അപ്പോ മോസസ് പ്രവാചകനെ സത്യപ്പെടുത്താൻ, തൗറാത്തിനെ സത്യപ്പെടുത്താൻ, ഇഞ്ചീൽ എന്ന വേദത്തെ കൊണ്ടുവരാൻ, എന്നിട്ട് നിങ്ങളെ സർവ സത്യത്തിലേക്കും നയിക്കാൻ, നീതിയെക്കുറിച്ച് ന്യായത്തെക്കുറിച്ച് സവിശേഷം പ്രസംഗിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ എന്നെ നിയോഗിച്ചു എന്നാണ് യേശു ബൈബിളിൽ പറയുന്നത്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. ഇനിയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കുക. മാർക്കോസിന്റെ 29-ാം അധ്യായം 12-ാം അധ്യായം 29-30 വചനങ്ങളിലൂടെ നാം വായിക്കുന്നു. മാത്രമല്ല, പിശാച് പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ബൈബിളിൽ അവതരിക്കുന്നത്, ഖുർആനല്ല. ബൈബിളിൽ നമ്മൾ കാണുന്നു. നമുക്കൊന്നാകാം, തമ്മിൽ തല്ലേണ്ടി വരില്ല, നമുക്കൊരൊറ്റ ദൈവവും ഒരൊറ്റ മനുഷ്യകുലവും എന്ന വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സങ്കല്പം സ്വീകരിച്ചാൽ മാനവകുലം ഒന്നാകും. അതാണ് ഞങ്ങളിത് പറയുന്നത്. യേശു പറയാൻ, പിശാച് പ്രലോഭിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞ വാചകം എന്താണ്? സാത്താനെ, എന്നെ വിട്ടു പോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ. ബൈബിളിലെ വാചക, ബൈബിളിലെ വാചക. ഏത് ബൈബിളിലെ? ഇന്ന് മൂവാറ്റുപുഴ പള്ളിയിൽ ചർച്ചിലുള്ള ബൈബിള് നിങ്ങൾ ഇപ്പൊ എടുത്തുകൊണ്ടുവന്ന ഞാൻ കാണിച്ചു തരാം. ആ ബൈബിളിലെ വാചകമാ. എന്ത്? കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വേദഗ്രന്ഥങ്ങളിൽ അതുണ്ടല്ലോ. അതുകൊണ്ട് ആ ഖുർആൻ എന്ത് പറഞ്ഞെന്നറിയോ? വേദത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ദൈവേതരരെ ആരാധിക്കാൻ? വേദം ചോദിച്ചതാണ്, യേശു ചോദിച്ച ചോദ്യമാണ്. അപ്പൊ യേശു പിശാചിനോട് പോലും പറഞ്ഞ എന്താ? നീ എന്നെ പ്രലോഭിപ്പിക്കല്ലേ, നിന്റെ കർത്താവായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, അത് നിനക്കറിയാമല്ലോ, പിന്നെ എങ്ങനെയാ നിന്നെ ആരാധിക്കാൻ നീ എന്നെ പ്രകോപിപ്പിക്കുന്നത് എന്ന ചോദ്യം എത്ര വ്യക്തമാണ്. എങ്കിൽ ഈ വാചകമൊക്കെ നമ്മൾ എന്ത് പറയും? സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞ് കയ്യിൽ വെക്കുക, എന്നിട്ട് സത്യവേദത്തിൽ ഉണ്ടായിരിക്കുക, എന്നിട്ട് ആ വേദത്തിലെ സത്യത്തിനെതിരെ അസത്യമനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുക. ഇതെങ്ങനെ ശരിയാവും? ഇതെങ്ങനെ നീതിയാകും? ഇതെങ്ങനെ ദൈവത്തോടുള്ള ബന്ധമാകും? ഇനി സ്വർഗാരോഹണ സമയത്ത് യേശു നടത്തുന്ന വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്. ഏത്? മഗ്ദലന മറിയത്തോട് യേശു പറയുന്ന വാചകം, എന്റെ പിതാവിന്റെയും, കേട്ടോളേ, ശരിക്കും ശ്രദ്ധിച്ചോളേ, യേശു എന്താണ് പറയുന്നത്? എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും. എങ്ങനെ? നിങ്ങളുടെ പിതാവ്, അതൊരു പ്രയോഗമാണ്. എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുക്കലേക്ക് ഞാൻ ആരോഹണം ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഈ വാചകം ചെറിയ വാചകല്ല. യോഹന്നാൻ സുവിശേഷത്തിന്റെ 20-ാം അധ്യായം 17-ാമത്തെ സൂക്തം വായിക്കുന്ന ഒരൊറ്റ മനുഷ്യനും യേശുവിനെ ആരാധിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പൊ ക്രിസ്ത്യാനികളോ? വായിച്ചിട്ടില്ല, വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, തലമുറകളായി കേട്ടത് സ്വീകരിക്കുന്നു എന്നതൊഴിച്ചു നിർത്തിയാൽ വേദത്തെ അതുകൊണ്ടാണല്ലോ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആന്റെ ഒരു വചനത്തെ പുരസ്കരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. വേദം പഠിക്കാത്തതെന്താ? വേദത്തിൽ എന്താ ഉള്ളത്? എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും. എന്റെ പിതാവ് എന്നല്ല, ഞാന് പിതാവ് പുത്രനല്ല, ആ ആലങ്കാരികമായ മജാസിയായ ഒരു പ്രയോഗമാണ്. നിങ്ങളുടെ പിതാവും
എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ ആ സർവശക്തന്റെ അടുത്തേക്ക് ഞാൻ ആരോപണം ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലായി, ആ സർവശക്തന്റെ അടുത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തിയെങ്ങോട്ടായിരുന്നു? ആ സർവശക്തന്റെ അടുത്തേക്ക്. ഈസാ നബിയോ ആ സർവശക്തന്റെ അടുത്തേക്ക്. അപ്പൊ ദൈവം വേറെ, സൃഷ്ടി വേറെ. നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപാകത എന്താ? സൃഷ്ടികളെ പിടിച്ച് ദൈവമാക്കി. വേദഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ അത്? ഇപ്പൊ ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്ന വളരെ സവിശേഷമായ വാചകം എന്താ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസിത് സഥാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ അഭിശാവിദേമാം. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സിട്ടാവിനെ കുറിച്ചാ പറയുന്നത് ഋഗ്വേദം പറയുന്നത്. ആ ദൈവത്തെ കുറിച്ചാ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദശരഥ മഹാരാജാവ് പുത്രകാമേട്ട് യാഗം നടത്തി, യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഖമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായിട്ട് ശ്രീരാമൻ ജനിച്ചു. അപ്പൊ ശ്രീരാമൻ ജനിക്കുമ്പോ വായുണ്ട്, വെള്ളമുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഈ പ്രപഞ്ചമുണ്ട്, രാവുണ്ട്, പകലുണ്ട്. എങ്കിൽ അതിൽ ആർക്ക് പങ്കില്ല? ശ്രീരാമന് പങ്കില്ല. ദേവകിയുടെ 8-ാമത്തെ പുത്രനായി കൃഷ്ണൻ ജനിക്കുമ്പോ ഇല്ല. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, യേശു വളരും തോറും യേശുവിന് അറിവ് കൂടിക്കൂടി വന്നത്. ദൈവത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? യേശുവിന് വിശന്നു, ബൈബിളാ പറയുന്നത്, ഞാൻ പറയില്ല. യേശുവിന് വിശന്നു, അത്തിപ്പഴം കണ്ടു, അത്തിമരം കണ്ടു, അത് നിറയെ പഴാന്ന് യേശു ദൂരേന്ന് വിചാരിച്ചു. നമുക്കൊക്കെ സംഭവിക്കാവുന്നത്. ചില ഇലകളൊക്കെ കാണുമ്പോൾ മാങ്ങ തൂങ്ങിക്കിടക്കാൻ തോന്നും നമുക്ക്. തൊട്ടടുത്തെത്തിയപ്പോ അത് ഇലയായിരുന്നു. നമ്മുടെ അവസ്ഥ അതാണ്, യേശുവിന്റെ അവസ്ഥ അതാണ്. യേശു അത്തിമരത്തിന്റെ നേരെ ചെന്നു. അവിടെ അത്തിപ്പഴം ഉണ്ട് എന്നാണ് യേശു വിചാരിക്കുന്നത്. ബൈബിൾ പറയാണ്, അവിടെ എത്തിയപ്പോ മനസ്സിലായി അതിൽ അത്തിപ്പഴമില്ല. എന്നിട്ട് ആ അത്തിമരത്തെ ശപിച്ചു എന്ന് പറയുന്നു യേശു. യേശു ഒരിക്കലും അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാചകം ദൈവികമാണ് എന്നും എനിക്ക് വിശ്വാസമില്ല. യേശുവും അനുയായികളും യാത്ര പോവുകയാണ് കടലിൽ. യേശു സുഖമായി കിടന്നുറങ്ങി. കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലഞ്ഞു. അനുയായികൾ യേശുവിനെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുകയാണോ? ഞങ്ങളിതാ വലിയ അപകടത്തിലാണ്. ആ അപകടം ഉറങ്ങിക്കിടക്കുന്ന യേശുവിന് മനസ്സിലായില്ല. യേശുവിന് ഉറക്കമുണ്ടായിരുന്നു, യേശുവിന് ക്ഷീണമുണ്ടായിരുന്നു, യേശുവിന് തളർച്ചയുണ്ടായിരുന്നു. എങ്കിൽ പറയൂ, അങ്ങനെ ക്ഷീണവും തളർച്ചയുമുള്ള ഒരാൾ പ്രപഞ്ചത്തിന്റെ നാഥനാകുന്നു, ഈശ്വരനാകുന്നു? ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ വേദങ്ങളിലൂടെ കടന്നു പോകുമ്പോ കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകമുണ്ട്. ലോകവേദങ്ങൾ പഠിക്കുമ്പോ ഞെട്ടിപ്പൂ നമ്മള്. ലോകവേദങ്ങൾ പഠിക്കുമ്പോ അതെന്താ? ഞാൻ പറഞ്ഞത് ഒരു വൈജ്ഞാനിക സദസ്സും കൂടിയാണ്. ആർക്കും ഇവിടെ വന്നിരിക്കാം. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഇഷ്ടപ്പെട്ടാൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം, അടിച്ചേൽപ്പിക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കേൾക്കാത്ത നോളജാണ് ഇവിടുന്ന് പറയപ്പെടുന്നത്. അതിൽ സംശയം നമുക്ക് ചിലപ്പോ പെട്ടെന്ന് സ്വീകാര്യമായില്ല എന്ന് വരാം. പക്ഷേ ഏറ്റവും വലിയ പരമമായ സത്യം, ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. പരബ്രഹ്മവാചകമായ പ്രണമന്ത്രം ഓം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. വിശുദ്ധ ഖുർആനെ പറ്റി പറയുന്നിടത്ത് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് 14-ാം അധ്യായം 1-ാമത്തെ വചനം ദൈവിക ഗ്രന്ഥം വന്നത്. നമ്മുടെ പ്രാർത്ഥന തന്നെ, ആർഷഭാരതത്തിന്റെ അകക്കാമ്പ് ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണേ നാം. അതിലൊരു പ്രാർത്ഥനയുണ്ട്, അതിങ്ങനെയാണ്: വേദഗ്രന്ഥം പറയാൻ, നീ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്ന ഒന്നും ദൈവമല്ലോ. നീ ഏതൊരു ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്നോ അത് സാക്ഷാൽ ദൈവമല്ല. നിന്റെ കണ്ണിന് ദർശനം നൽകിയവൻ, നിന്റെ കണ്ണുകൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തവൻ ആരോ അവനാണ് ദൈവം. ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല എന്ന് ബൈബിൾ പറയും. 6-ാം അധ്യായം 92 മുതലുള്ള വചനത്തിൽ ഖുർആൻ പറയുന്നു, ലാ തുദ്രികുഹുൽ അബ്സാർ വഹു യുദ്രികുൽ അബ്സാർ. ആ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദൈവം നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാണ്, നിങ്ങളുടെ കാതിന് കേൾവി നൽകിയവനാണ്. പക്ഷെ ആ ദൈവത്തെ പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ ലോകവേദങ്ങൾ ഒരൊറ്റ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്ക്,
വേദഗ്രന്ഥങ്ങളിലെ ഈശാ വാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല എന്ന്. എത്ര ഹൈന്ദവർ ആ ഭാഗം കേട്ടിട്ടുണ്ടാവും? എത്ര ഹൈന്ദവർ ആ ഭാഗം പഠിച്ചിട്ടുണ്ടാവും? അന്തം തമഹ പ്രവിശംതിയേ സംപൂത്യമുപാസദേ തദോഭൂയ ഇബദേ യഹു സംപൂത്യാമ്രദഹ. ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകത്ത് പറയുന്നറിയോ? പാമ്പിനെ ആരാധിച്ചാൽ, ഞാൻ നേർക്ക് നേരെ പറയാണ്, അല്ലെങ്കിൽ ഞാൻ വളച്ചൊടിച്ച പണ്ഡിതനാണ്. പാമ്പിനെ ആരാധിച്ചാൽ, പശുവിനെ ആരാധിച്ചാൽ, സൂര്യനെ ആരാധിച്ചാൽ, ചന്ദ്രനെ ആരാധിച്ചാൽ, ദേവനെ ആരാധിച്ചാൽ, ദേവിയെ ആരാധിച്ചാൽ, പിതാവിനെ ആരാധിച്ചാൽ, മാതാവിനെ ആരാധിച്ചാൽ, സിനിമാ താരത്തെ ആരാധിച്ചാൽ, ഒറ്റ വാചകത്തിൽ സൃഷ്ടിയെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്ത് പോകുന്നാണ് എവിടെ പറയുന്നത്? ഈശാവാസ്യോപനിഷത്ത്. ഖുർആന്റെ 5-ാം അധ്യായം 72-ലും അതേ ശ്ലോകം കാണാം. പക്ഷെ അത് ഖുർആനിക സൂക്തം എന്നാ പറയാ, ആയത്ത്. അതിലെന്താ പറഞ്ഞത്? ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ദൈവത്തിൽ പങ്കുചേർത്താൽ നീ ഒരിക്കലും സ്വർഗ്ഗത്ത് പോകില്ല, നിന്റെ ആവാസ കേന്ദ്രം നരകമായിരിക്കും. എനിക്ക് അത്ഭുതം തോന്നിയൊരു വാചകം പറയാം, പ്രത്യേകിച്ച് ഈ ഡിസംബറിൽ പറയേണ്ട ഒരു വാചകം. യേശുവിന്റെ മുമ്പിൽ ക്രൈസ്തവർ വരുന്ന ഒരു രംഗം ബൈബിൾ പറയുന്നുണ്ട്. മരണാനന്തര ജീവിതത്തിൽ യേശുവിന്റെ മുമ്പിൽ ക്രൈസ്തവ സമൂഹം വരുന്ന ഒരു പിക്ചർ പറയുന്നത്. ആ പിക്ചർ എങ്ങനെ അറിയോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വചനം. അതിൽ പറയുന്നതറിയോ? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നിങ്ങൾ എന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു, ഭൂതപ്രേത പിശാചുക്കളെ നിങ്ങൾ പുറത്താക്കി, എന്നിട്ട് പറയും ദുഷ്ടജനങ്ങളെ മാറിപ്പോ, നിങ്ങൾ എന്റെ ചര്യയിലായിരുന്നില്ല, മാറിപ്പോ. ഞാന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോ കുറച്ച് ക്രൈസ്തവരായ ആളുകൾ എന്നെ ക്രിസ്തു മതത്തിലേക്ക് ക്ഷണിക്കാൻ വന്നു. അപ്പൊ ഞാൻ അവരോട് വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 116, 117 വാചകങ്ങളിൽ 115, 16, 17 വാചകങ്ങൾ പറഞ്ഞു. യേശു ദൈവസന്നിധിയിൽ വെച്ച് ക്രൈസ്തവർ അദ്ദേഹത്തെ ആരാധിച്ചത്, അദ്ദേഹത്തിന്റെ മാതാവിനെ ആരാധിച്ചത് നിഷേധിക്കുമെന്ന് ഖുർആനിലുണ്ട്. അവർ പറഞ്ഞു അത് ഖുർആനിലല്ലേ? ഞാൻ പറഞ്ഞല്ല, ബൈബിളിലുണ്ട്, ബൈബിളിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം പരിശോധിച്ചാൽ മനസ്സിലാകും. അത്ഭുത ശുശ്രൂഷ, ശാന്തി ശുശ്രൂഷ ഒക്കെ ചെയ്യുന്ന ക്രൈസ്തവ പണ്ഡിതന്മാരില്ലേ, അവരെ കുറിച്ച് ബൈബിൾ പറയും. അതെന്റെ മാർഗമല്ലെന്ന് പറയുന്ന വഴി. ഇന്ന് എന്തെല്ലാം ആത്മീയ ചൂഷണങ്ങളാണ് ലോകത്ത് നടക്കുന്നത് സംസം വെള്ളത്തിന്റെ പേരിൽ. ആലോചിച്ചു പോകണം നിങ്ങള്. അതുപോലെ ഓരോരുത്തർ മുടിയിട്ട വെള്ളത്തിന്റെ പേരിൽ ഇസ്ലാമിക സമൂഹത്തെ നോക്കൂ നിങ്ങൾ. കാരണം എന്താ? ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ തെറ്റിയാൽ പിന്നെ ചൂഷണമാണ് ലോകത്ത് നടക്കുക. ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ തെറ്റിയാൽ പിന്നെ ചൂഷണത്തിലാണ് മനുഷ്യരെത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം എന്താ? നതസ്യ പ്രതിമാസ്, ദൈവത്തിന് പ്രതിമയില്ല. ബൈബിളിൽ അത്ഭുതമാണ്. പുറപ്പാടിന്റെ 20-ാം അധ്യായം ആലോചിച്ചു നോക്കണം, 1 മുതൽ 6 വരെയുള്ള വചനം. മിസ്രീം ദേശത്തു നിന്നും, അടിമഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്, ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്. സൂര്യചന്ദ്രന്മാരുടെ രൂപമുണ്ടാക്കരുത്. അങ്ങനെ നിങ്ങൾ ദൂഷിതരാകരുത് എന്നാ വേദത്തിലുള്ളത്. ബിംബ പാടില്ല എന്നാണ് ഹൈന്ദവ വേദത്തിലുള്ളത്. ക്രൈസ്തവ വേദത്തിലുള്ളത്. ഇസ്ലാമിൽ അതേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം. ഇനിയോ യേശുവിന്റെ പ്രതിമയുണ്ട്, ശ്രീരാമന്റെതുണ്ട്, ശ്രീകൃഷ്ണന്റെതുണ്ട്, മുഹമ്മദ് നബീന്റെത് ഇല്ല. എന്തല്ലാത്തത്? എന്തല്ലാത്തത്? പാടില്ല. അതുകൊണ്ട് തന്നെ 1 രൂപ ഞങ്ങളുടെ പ്രവാചകൻ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. 3000 കോടിയുടെ പട്ടേൽ പ്രതിമ ഉണ്ടാക്കി. പട്ടേൽ പ്രതിമ തിന്നാൻ തരുമോ? ഇല്ല. രോഗം മാറ്റി തരുമോ? ഇല്ല. വിശപ്പ് മാറുമോ? ഇല്ല. രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുമോ? ഇല്ല. 3000 കോടി റുപ്യക്ക് ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ അത് ലോകത്തിന് എന്തെങ്കിലും ഒരു പുരോഗതി തരുമോ?
ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മുഹമ്മദ് നബിയുടെ പ്രതിമല്ല. മൂവാറ്റുപുഴയിൽ മുഹമ്മദ് നബിന്റെ ഒരു പ്രതിമ ഉണ്ട് വിചാരിക്കുക, അത് ഏതെങ്കിലും ഒരു ഭീകരവാദി തകർത്തു വിചാരിക്കുക, എങ്കിലും ഇവിടെ മതകലാപം ഉണ്ടാവും. ഒറീസയിലെ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, കലാപുണ്ടായി. ബാബരി മസ്ജിദിലെ ശ്രീരാമന്റെ പ്രതിമ ആദ്യമായിട്ട് കൊണ്ടുവച്ചു 1948-49 കാലത്ത്. പ്രശ്നങ്ങൾ ഉണ്ടായി. നേരെ മറിച്ച് ഇസ്ലാം പ്രശ്നത്തെ പരിഹരിച്ചു. ബിംബമില്ല, സർവശക്തനായ പ്രപഞ്ചനാഥനോട് കൈനീട്ടുന്ന മഹാപ്രതിഭാസം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അതാണ്. എന്തുകൊണ്ടാണ് അത് മനുഷ്യർ ചിന്തിക്കാതെ? ഇനി ഞാൻ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചു, വേദങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചു. ഖുർആൻ പറയുന്നതോ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. ഖുർആന്റെ 31-ാം അധ്യായം 10-ാമത്തെ വചനം. ആകാശത്തെ തൂണുകളില്ലാതെ അവലംബങ്ങളില്ലാതെ നാട്ടു നിർത്തിയ പടച്ച തമ്പുരാൻ, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ. അപ്പൊ ഇസ്ലാമിന്റെ ദൈവാരാ? ഞാനൊരു ചരിത്രം പറയാം, വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്രം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. എല്ലാ മതക്കാർക്കും ഇതൊരു പ്രചോദന ഈ ചരിത്രം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം അത്രമേൽ ഇഷ്ടമായിരുന്നു ആ പ്രവാചകനോട്. അദ്ദേഹത്തിന്റെ മരണം ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഒരു വചനം വരെ അദ്ദേഹം ഉദ്ധരിച്ചു. വആഖരീന മിൻഹുൽ ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം. അതിൽ പറയുന്നത് എന്താണ്? വരാനിരിക്കുന്ന സമൂഹത്തിലും ഈ പ്രവാചകനാണ്. അപ്പൊ എങ്ങനെ മരിക്കുക? വരാനിരിക്കുന്ന സമൂഹം വന്നിട്ടില്ല, അപ്പൊ പ്രവാചകൻ മരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ തൂരിസീന പർവ്വതത്തിൽ തൗറാത്ത് വാങ്ങാൻ മോസസ് പ്രവാചകൻ പോയ പോലെ പോയതാകുന്നു എന്നാണ് ആര് പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഒരു പ്രസംഗം ചെയ്തു. ഖുർആനിലെ 2 വചനങ്ങൾ ഉദ്ധരിച്ചു. ആ 2 വചനങ്ങൾ പ്രകാരം അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, സിറ്റ് ഡൗൺ യാ ഉമർ, സിറ്റ് ഡൗൺ. എന്നിട്ട് ഖുർആനിലെ 39-ാം അധ്യായം 40-ാമത്തെ വചനമോദി 38, 39, 40 വചനങ്ങൾ എടുത്താൽ അവിടെ വചനമോദി പഠിപ്പിച്ചു. 30-ാമത്തെ വചനത്തിൽ പറഞ്ഞു മുഹമ്മദ് നബി മരിക്കും. 3-ാം അധ്യായം 144-ാമത്തെ വചനത്തിലും മുഹമ്മദ് നബി മരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്, ലോകത്തൊരു മത നേതാവിനും നടത്താനാകാത്തൊരു പ്രസംഗം. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. പ്രവാചകന്റെ അനുയായി അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കും. അതിന്റെ അർത്ഥം എന്താ? മരിച്ചവർ ആരാധിക്കാൻ പാടില്ല. 16-ാം അധ്യായം 20-21 വചനം. ഔലിയാക്കൾ മരിച്ചുപോയി, അല്ലാഹു പറയാൻ. അമ്പിയാക്കൾ മരിച്ചുപോയി. അവർ ജീവിച്ചിരിക്കുന്നവരല്ല, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അറിവില്ലാത്തവരുമാണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ ആരാധിക്കരുത്. എത്ര കൃത്യമാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ആരെങ്കിലും അല്ലാഹനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ ദൈവത്തിന് മരണമില്ല. നിങ്ങളുടെ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ. ഇപ്പൊ നമ്മുടെ മൂവാറ്റുപുഴയിൽ ചിലപ്പോ 50 കൊല്ലം മുമ്പ് ജനിച്ച ഒരാളെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാവും. 60 കൊല്ലം മുമ്പ് ജനിച്ച ഒരാളെ ആരാധിക്കുന്നവരുണ്ടാവും. 400 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാൾ ആരാധിക്കുന്നവരൊന്നുണ്ടാവും. ഞങ്ങളുടെ അവസ്ഥ അറിയാം നിങ്ങൾക്ക്? മനുഷ്യവാസം ഭൂമുഖത്തില്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ലേ? ഒന്ന് ചിന്തിക്കും, ഒന്ന് നല്ലോണം ചിന്തിക്കും. മനുഷ്യവാസം ഭൂമുഖത്തില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? അന്ന് അമ്പലമില്ല, പള്ളിയില്ല, ചർച്ചില്ല. അന്ന് സൂര്യനില്ലേ? ഉണ്ട്. ചന്ദ്രനില്ലേ? ഉണ്ട്. നക്ഷത്രങ്ങളില്ലേ? ഉണ്ട്. രാവും പകലും ഇല്ലേ? ഉണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, അന്ന് യേശുക്രിസ്തു ഇല്ലെങ്കിൽ, മുഹമ്മദ് നബി ഇല്ലെങ്കിൽ, ശ്രീരാമൻ ഇല്ലെങ്കിൽ, മാതാമൃതാനന്ദമ ഇല്ലെങ്കിൽ, ചോറ്റാനിക്കര അമ്മ ഇല്ലെങ്കിൽ, ഇവരാരും ഇല്ലാത്തൊരു കാലത്ത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചത് ആരായിരുന്നു? മൂവാറ്റുപുഴക്കാർ ഉത്തരം കാണണം. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ളവരാണ്. അവനെയാണ് ഇസ്ലാം അള്ളാഹു എന്ന് പറയുന്നത്. ഇത്ര കൃത്യമായ ഒരു ദൈവവിശ്വാസം ഒരു സ്വാമിജിക്ക് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ കഴിയില്ല. ഒരു പള്ളിയിലച്ഛൻ ഇവിടെ വന്ന് പ്രസംഗിക്കാൻ കഴിയില്ല. കഴിയോ? ഞാൻ ഈ പറഞ്ഞ വാചകം ഒരു പള്ളിയിലച്ഛൻ ഇവിടെ ഒന്ന് പറയോ?
ആ ഒരു ധൈര്യം ഉണ്ടാവുമോ? മുഹമ്മദ് നബിയെ ആരാധിച്ചുകൂടാ, അതാണ് ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പ്രസംഗിക്കുന്നത്, അല്ലേ? ആണ്. യേശുവിനെ ആരാധിക്കാൻ പാടില്ല, അങ്ങനെയാണോ 260 കോടി ക്രിസ്ത്യാനികൾ പറയുന്നത്? അല്ല. ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചമുണ്ട്. അപ്പൊ അതാരെ സൃഷ്ടിച്ച്? അപ്പൊ ആള് വേറെയും ഈ ആള് വേറെയാ? ആണോ? അതാണ് ചിന്തിക്കേണ്ട പോയിന്റ്. അതുകൊണ്ട് തന്നെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും എല്ലാം സൃഷ്ടിച്ചത് ഒരൊറ്റ ദൈവമാണ്. ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്? നീ ചിന്തിക്കാനായി ഇസ്ലാം പറഞ്ഞു. ഒട്ടകത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ചിന്തിക്കൂ, സൂര്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ചിന്തിക്കൂ. യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും. കണ്ടോ? ആരാ രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നത്? ആരാ പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നത്? ആരാ സൂര്യനെ സൃഷ്ടിച്ചത്? അവനാ ദൈവം. എന്തൊരു കൃത്യത! ദൈവവിശ്വാസത്തിന്റെ പേരിൽ ഇത്ര ക്ലാരിറ്റി വരുത്തിയ ഒരു ദൈവീക ഗ്രന്ഥം ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. ബാല, ആരാ നിന്റെ ദൈവം? നിന്റെ ഹൃദയം നൽകിയവൻ, നിനക്ക് കണ്ണ് നൽകിയവൻ. സുരേന്ദ്ര, ആരാ നിന്റെ ദൈവം? ബഷീറിന്റെ ദൈവം. ഒക്കെ ഒരൊറ്റ ദൈവം. ഈ വിശ്വാസമാണ് മനുഷ്യരെ നാം ഒന്ന്, നമ്മുടെ ദൈവം ഒന്ന് എന്ന ഈ ടൈറ്റിലിൽ നിന്നുകൊണ്ട് നമ്മൾ പറയും. അപ്പൊ ആ ഒരൊറ്റ ദൈവത്തിലേക്കാണ് മാനവരാശിയെ ഈ കൂട്ടായ്മ ക്ഷണിക്കുന്നത്. ഒന്നുകൂടി ക്ലിയർ വരുത്താം. പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട അമ്മയുടെ മകനും ഒരേ സിട്ടാവിൽ നിന്ന്. അത് പഠിപ്പിക്കാനാണ് ലോകം, വേദങ്ങൾ ലോകത്ത് വന്നത്. അതുകൊണ്ടാ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ. ഞാൻ എത്രയോ അമ്പലങ്ങളിൽ പോയി പ്രസംഗിച്ചു. ഒരു സ്വാമിജിയും ഏകദൈവ വിശ്വാസം തെറ്റാന്ന് പറഞ്ഞില്ല. എന്നാൽ ബഹുദൈവത്വം തെറ്റാണെന്ന് വേദഗ്രന്ഥങ്ങൾ മുഴുവനും പറയും. അതുകൊണ്ട് തന്നെ ഏകനായ ദൈവത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്ര, അതാണ് വേദഗ്രന്ഥങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മക്കയിൽ പ്രവാചകൻ വരുന്ന കാലത്ത് ആകാശം സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അബൂജഹൽ പറയാണ് അല്ലാഹ്. ആരാ മഴ ചൊരിയുന്നത്? അല്ലാഹ് എന്നാണ് മറുപടി. ആരാണ് മഴ ചൊരിഞ്ഞു തരുന്നത് എന്ന് ചോദിച്ചാൽ പറയുന്നത് അല്ലയാണ്. കൃത്യമാണ് അവർ പറയുന്നത്. ആരാ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്? أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها هبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وعبا متاعا لكم ولأنعامكم. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, വ്യത്യസ്ത ഫ്രൂട്ടുകൾ, എന്ത് അത്ഭുതമാണ്! വ്യത്യസ്ത പച്ചക്കറികൾ. ആരാണ്? മനുഷ്യർക്കാർക്കുതിൽ പങ്കില്ല, അല്ലേ? പ്രവാചകന്റെ അനുയായികളോട്, ഏകദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സം പറഞ്ഞവരോട് ഖുർആൻ ചോദിക്കാൻ പറയുന്ന ഒരു ചോദ്യമുണ്ട്. കുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാ? അബൂ സുഫിയാനോട്, അബൂജഹലിനോട്, അബൂലഹബിനോട്, ഉത്ബത്തിനോട്, ഷൈബത്തിനോട്, ഇക്രിമയോട്, അവരോടൊക്കെയുള്ള ചോദ്യം വലീദ് ഇബ്നു മുഗീറയോട്. അവരൊക്കെ പറയുന്നു അല്ലാഹ്. ഒരു വ്യത്യാസം അവർക്കുണ്ടായിരുന്നില്ല. കേൾവി നൽകിയതാരാ? കാഴ്ച നൽകിയതാരാ? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യത മിനൽ ഹയ്യ്. ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലേക്കും ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലേക്കും കൊണ്ടുപോകുന്നതാരാ? അബൂജഹൽ പറയാണ് അല്ലാഹ്. അടുത്ത വാചകം കേട്ടോളിട്ടോ. വമൻ യുദബ്ബിറുൽ അംറ. കാര്യങ്ങളുടെ നിയന്ത്രണാധികാരം ആർക്കാ? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതാരാ? ഈ മഹാപ്രപഞ്ചത്തിന്റെ നിയന്ത്രണാധികാരം, സംഹാരം ആർക്കാണ്? അബൂജഹൽ പോലും പറഞ്ഞിട്ടില്ല അത് ഇന്ന് നബിക്കാണ്, ഇന്ന് വലിയനാണ്. പക്ഷെ കേരളത്തിലെ പിഴച്ചുപോയ മുസ്ലിം പണ്ഡിതന്മാർ ലോകത്തോട് വിളിച്ചു പറയുന്നു അത് CM മടവൂരാണ്. നോക്കൂ, അബൂജഹൽ പോലും ഇവരെക്കാൾ ഒരു പടി മുന്നിലായിരുന്നു വിശ്വാസത്തിന്റെ കാര്യം. എന്നത്തെ സമുദായം ഇതിൽ നിന്ന് തെറ്റിപ്പോയി. ഇത് ശരിയായാൽ എല്ലാം ശരിയാവും. ഏകദൈവത്തെ ശരിക്ക് അംഗീകരിക്കുന്നതോടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിൽ വമ്പിച്ച പരിവർത്തനമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ചില ആധുനികമായ
ക്ലിപ്പുകൾ കേൾപ്പിക്കാം. നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, വിശുദ്ധ ഖുർആനാണ് അവരുടെ മാർഗദർശന ഗ്രന്ഥം. ലോകത്തെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവരവരുടെ മാർഗദർശന ഗ്രന്ഥം അവരുടെ വേദങ്ങളായിരുന്നു. ഇസ്ലാം അത് കണിശമായി പാലിക്കുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. പ്രവാചകന്റെ വചനങ്ങൾ, ഖുർആനിന്റെ വചനങ്ങൾ, ഏറ്റവും കണിശമായ വചനങ്ങൾ. ആ വചനങ്ങളുടെ പിന്തുണയോടെയാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ ഈ യാഥാർത്ഥ്യം പറയുക. വേദഗ്രന്ഥം എന്തു പറയുന്നുവോ, വേദഗ്രന്ഥം എന്തു പ്രഖ്യാപിച്ചുവോ, അതായിരിക്കും ഈ വേദഗ്രന്ഥം ജനങ്ങളോട്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. വിശുദ്ധ ഖുർആന്റെ 17-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നയിക്കുന്നു. ഈ ഗ്രന്ഥത്തിന് കാഴ്ചപ്പാടുകളുണ്ട്. കല്യാണം കഴിക്കാമോ? കഴിച്ചുകൂടെ? ആണാണിനെയാണോ? സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരു ഫണ്ടാണ് നിങ്ങളോടൊപ്പം നമ്മുടെ പ്രവർത്തകരെടുക്കും. മനസ്സറിഞ്ഞ് സ്ത്രീകളും കുട്ടികളും എല്ലാവരും മനസ്സറിഞ്ഞൊരു തുക അതിന് കൊടുക്കെങ്കിലും മാത്രമേ നമ്മുടെ ആളുകൾക്ക് കടബാധ്യതയില്ലാതെ ഇത് വിജയിക്കും. നമ്മുടെ മരണാനന്തര ജീവിതത്തിന്റെ രക്ഷ മാത്രം ഓർത്തിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസം. അതുകൊണ്ടാണ് പ്രവാചകന്റെ പത്നി ആയിഷ ബീവി പറഞ്ഞത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ സമൂഹം മാറൂല. മറിച്ച് അവർക്ക് ഒരു ദൈവത്തെ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. വലിയ ജലപ്രളയം ഉണ്ടായി. ആ ജലപ്രളയത്തിൽ, 2ാം ജലപ്രളയം, കൊച്ചിക്കാരനായ നൗഷാദ് അദ്ദേഹത്തിന്റെ വസ്ത്രം മുഴുവനും പാവപ്പെട്ടവർക്ക് കൊടുത്തു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പ്രേരണ? ദൈവം, ദൈവവിശ്വാസം, ദൈവവിശ്വാസം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ യുക്തിവാദിയായാൽ കാരുണ്യം കുറയും. ശരിക്കും എന്റെ പരാമർശം ഞാൻ ധൈര്യസമേതോ ബോധപൂർവം, ഒരാൾ യുക്തിവാദിയാകുന്നതോടുകൂടി കരുണ, ആർദ്രത, സ്നേഹം, അലിവ്, പരസഹായം, മാനവികത ഇതൊക്കെ നഷ്ടവും ഒരാൾ യുക്തിവാദിയായാൽ. ഒരാൾക്ക് മതമൂല്യം കൂടുന്നതിനനുസരിച്ച് അയാൾ കാരുണ്യത്തിൽ ഏറ്റവും വലിയ ഉദാഹരണമാവും. എന്താ ചങ്ങാതി നീ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഒറ്റ തെളിവ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. ഒരു വിവരണം ആവശ്യമില്ലാത്ത ഒരു തെളിവ് പറഞ്ഞോട്ടെ. കേരളത്തിൽ ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മതസമൂഹത്തിന്റെ ആംബുലൻസ് ഉണ്ടോ? ഹിന്ദു മതത്തിന് ഉണ്ട്. സംഘങ്ങൾക്ക് ആംബുലൻസ് ഉണ്ടോ? ഉണ്ട്. കേരള സർക്കാരിന് ആംബുലൻസ് ഉണ്ടോ? ഉണ്ട്. മുസ്ലിം സംഘടനകൾക്ക് ആംബുലൻസ് ഉണ്ടോ? ഉണ്ട്. പാണക്കാട് തങ്ങളുടെ പേരിൽ ആംബുലൻസ് ഉണ്ടോ? ഉണ്ട്. ISM-ന് ആംബുലൻസ് ഉണ്ടോ? എറണാകുളം സമ്മേളനം നടത്തുന്നവർക്ക് ഉണ്ട്. സോളിഡാരിറ്റിക്ക് ആംബുലൻസ് ഉണ്ടോ? ഉണ്ട്. SKSSF-ന് ഉണ്ടോ? ഉണ്ട്. എല്ലാ മതസംഘടനകൾക്കും ഉണ്ടോ? ഉണ്ട്. രാഷ്ട്രീയ സംഘടനകൾക്കുണ്ടോ? ഉണ്ട്. എന്നാ കേരള യുക്തിവാദി സംഘം ആംബുലൻസ്, അങ്ങനെ സാധനങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? കേരള യുക്തിവാദി സംഘം ആംബുലൻസ് എന്തല്ലാത്ത മൂരാച്ചികളായിട്ടാണ്. മൂരാച്ചികളായിട്ട് ഹൃദയം എന്നതില്ലാത്തത് കൊണ്ട് ആർക്ക്? യുക്തിവാദിക്കടോ ഹൃദയമില്ല. ഓർക്ക് എന്തുകൊണ്ട് ഹൃദയമല്ല? 2 ജലപ്രളയം നടന്നു കേരളത്തില്. സി രവിചന്ദ്രൻ നിങ്ങൾ കണ്ടിരുന്നോ? EA ജബ്ബാറിനെ നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾ എറണാകുളക്കാരൻ ആരിഫ് ഹുസൈൻ നിങ്ങൾ കണ്ടിരുന്നോ? എന്താ കാണാത്തത്? അറ്റകൈക്ക് ഉപ്പ് തേക്കാതാകണോ? യുക്തിവാദി ആയിക്കോ, സുഖ, ആർക്കും ഒന്നും ചെയ്യണ്ട. വീഡിയോ ഓൺ ആക്കിയിട്ട് മതത്തെ തെറി പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാ മതി, പേന്റെ കുപ്പായോട്ട്. വേറെ ഞാൻ പറയണെന്നറിയോ? ലോകത്തൊരു പശുവിനെ കെട്ടിയ 1 ലിറ്റർ പാലെങ്കിലും കിട്ടുക അതിന്റെ അകിട് കറന്ന, യുക്തിവാദിനെ കറന്ന ഒന്നും കിട്ടില്ല. ആ യുക്തിവാദികളാണ് ഇന്ന് കേരളം അരങ്ങ് തകർക്കുന്നത്, പാഠ്യപദ്ധതിയിൽ ഇടപെടുന്നത്. LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ഇപ്പോൾ ആലോചിച്ച് ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ. യുക്തിവാദി ആയാൽ കാരുണ്യം പോകും. യുക്തിവാദികളെ ജീവകാരുണ്യം. നിങ്ങൾ നോക്ക്, എത്ര സ്കൂൾ സ്ഥാപിച്ചവര് കേരളത്തിൽ തലയെടുപ്പുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതസമൂഹങ്ങൾ ഉണ്ടാക്കിയതാണ്. യുക്തിവാദികൾ ഉണ്ടാക്കിയ എത്ര എണ്ണമുണ്ട്? ആതുരാലയങ്ങള്, അനാഥ സംരക്ഷണ കേന്ദ്രങ്ങള്, ഹോസ്പിറ്റലുകള്. യുക്തിവാദികളുണ്ടോ? ഇല്ല. യുക്തിവാദി മതത്തെ തെറി പറയാൻ മാത്ര. EA ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യൻ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് മാറാട് കലാപത്തിന് നേതൃത്വം നൽകി. കോളായിപ്പോയി അദ്ദേഹത്തിന്റെ പ്രസംഗ. ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് തീവ്രവാദിയായത്. അതേ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ.
ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളും തീവ്രവാദികളും യുക്തിവാദികളായിരുന്നു. മതം വിട്ടവരായിരുന്നു, യുക്തിവാദം സ്വീകരിച്ചവരായിരുന്നു, ലിബറലിസം സ്വീകരിച്ചവരായിരുന്നു. നിങ്ങൾ വെല്ലുവിളിയോടുകൂടി ഏറ്റെടുത്തോളൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂരന്മാർ യുക്തിവാദി, നിരീശ്വരവാദി രാഷ്ട്ര നായകന്മാരായിരുന്നു. എടുത്തോ, ലോകചരിത്രം എടുത്തോ, റഷ്യൻ വിപ്ലവം എടുത്തോ, ഫ്രഞ്ച് വിപ്ലവം എടുത്തോ, ഏതും എടുത്തോ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടന്ന വിപ്ലവം എടുത്തോ, ഒക്കെ എടുത്തോ, ഫാസിസം എടുത്തോ, ഇറ്റലി എടുത്തോ, ജർമ്മനി എടുത്തോ, എല്ലാം അങ്ങനെയായിരുന്നു. ഭൗതികവാദം മൂത്താൽ, ദൈവനിഷേധം മൂത്താൽ, മതാന്ധത ഉണ്ടായാൽ പിന്നെ മനുഷ്യൻ കൊല്ലപ്പെടും. നേരെ മറിച്ച് മതത്തിന്റെ മൂല്യം എന്താണ്? മതത്തിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ഇസ്ലാമിൽ എന്തും പ്രമാണമനുസരിച്ചാണ് നോക്കിക്കാണുക. വിവാഹം അത് ആര് തമ്മിലാ? ആണും പെണ്ണും തമ്മിലാണ്. അതിനാണ് വിവാഹം എന്നറിയാം. ആണുമായി ബന്ധപ്പെട്ടാൽ അതാണ് ശരിക്കും സൊഡോമി എന്ന് പറയുന്നത്. പെണ്ണുമായി ബന്ധപ്പെട്ടാൽ അത് ലെസ്ബിയൻ, കല്യാണം എന്ന് പറയില്ല. ആദില, ആലുവക്കാരി, നൂറ, ഇതൊക്കെ ഉണ്ടല്ലോ. ഈ ആദിലയും നൂറയും 1000 കൊല്ലം ജീവിച്ചാലും കുട്ടി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ സ്കൂൾ ആവശ്യമുണ്ടോ? ഇല്ല. കോളേജ് ആവശ്യമുണ്ടോ? ഇല്ല. യൂണിവേഴ്സിറ്റി ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? കുട്ടികളില്ല. പിന്നെന്തിനാ ഇതൊക്കെ? പുരോഗതിയുടെ ഏറ്റവും വലിയ തടസ്സമാണ് ആണാണിനെ കല്യാണം കഴിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യ ഒരിക്കലും മറക്കല്ല രണ്ടാളെ. ഇനി ഒരൊറ്റ പോയിന്റ്, നെഹ്റുവിന്റെ അച്ഛൻ, മഹാത്മാഗാന്ധിയുടെ അച്ഛൻ, രണ്ടാളും കല്യാണം കഴിച്ചിരുന്നെങ്കിലോ നെഹ്റു ഉണ്ടാവൂല, ഗാന്ധിജി ഉണ്ടാവൂല. സമ്മതിച്ചോ? ആലോചിച്ചു നോക്ക്. റൊണാൾഡീഞ്ഞോ, ലോക ഫുട്ബോൾ താരങ്ങൾ അല്ലേ? എംബാപ്പെ, മെസ്സി, ഈ 2 താരങ്ങളുടെ അമ്മയും കല്യാണം കഴിച്ച ഇവര് രണ്ടാളും ഉണ്ടാവുമോ? ലോകം ഉണ്ടാവുമോ? അപ്പൊ ആണാണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് മാനവിക വിരുദ്ധമാണ്, പുരോഗമനത്തിനെതിരാണ്, അധോഗമനമാണ്. നേരെ മറിച്ച് മതം പറഞ്ഞതോ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഖുർആന്റെ 4-ാം അധ്യായം 1-ാമത്തെ വചനം. ഒരേ ആത്മാവിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഇതിൽ നിന്നാണ് നിങ്ങളുടെ ഇണകൾ. ആണും പെണ്ണും അടങ്ങുന്ന വിശ്വലോകം ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്നാണ്. മാനവ പുരോഗതിയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ചൈനയിലെ കഴിഞ്ഞ സമ്മേളനം, ആ സമ്മേളനത്തിൽ കഴിഞ്ഞ മുമ്പ് വരെ ഒറ്റക്കുട്ടി സിദ്ധാന്തം നയമായി സ്വീകരിച്ചതായിരുന്നു ചൈന. ഒറ്റക്കുട്ടി സിദ്ധാന്തം. രണ്ടാമതൊരു കുട്ടി ഉണ്ടായാൽ 48 ലക്ഷം രൂപ പേടക്കേണ്ട രാജ്യമായിരുന്നു ചൈന. ആ ചൈന പറയാണ് ഇസ്ലാമാണ് പ്രായോഗികം. കുറെ കുട്ടികൾ ഉണ്ടായിക്കോട്ടെ, അതെന്താ? യുവാക്കളില്ല. ജപ്പാന്റെ അവസ്ഥ അതാണ്. ലോകരാജ്യങ്ങൾ പറയുന്നു കൂടുതൽ കുട്ടികൾ വരട്ടെ. ജർമ്മനിയിലെ ക്രൈസ്തവർ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നു. വിശദീകരിക്കാൻ എനിക്ക് സമയമല്ല. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു, ഡോക്ടർ ഉണ്ടാകുന്നു, എഞ്ചിനീയർ ഉണ്ടാകുന്നു. കാരണം ഇസ്ലാം പ്രായോഗികമാണ്. പ്രായോഗികമായ ഒരു മതം, ദൈവിക ദർശനം. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു, കല്യാണത്തെ പരിശുദ്ധമാക്കി എല്ലാ മതങ്ങളും. കല്യാണം പോലും ഒരു പെണ്ണ് ഒരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കുന്നത് പോലും വേശ്യാവൃത്തിയാണെന്നാണ് യുക്തിവാദികൾ പറയുന്നത്. ഞാൻ നേരത്തെ ക്ഷുഭിതനായല്ലോ, അതെന്തുകൊണ്ടാന്ന് മനസ്സിലാക്കാൻ മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾ ശരിക്കും ഇനി വരുന്ന ക്ലിപ്പുകൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ആധുനിക കേരളം എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാനാണ്. അതില് നിങ്ങള് ആ ഒരു മൈത്രേയൻ എന്ന് പറയുന്ന അദ്ദേഹം ഗുരു നിത്യ ചൈതന്യയുടെ കൂടെ വർക്ക് ചെയ്തൊരു സന്യാസിയായിരുന്നു. പ്രഗത്ഭരായ 4 സന്യാസിമാരിൽ ഒരാളായിരുന്നു മൈത്രേയൻ. ആ സന്യാസി പിന്നീട് തോന്നിയാസി ആയി തീർന്ന ചരിത്രം. സന്യാസി തോന്നിയാസി ആയി തീർന്ന ചരിത്രം. ആ ക്ലിപ്പാണ് ഒന്ന് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ കേട്ടോളൂ. ഞാൻ എന്നെ വിൽക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ജയിലിൽ നിന്ന് ഒരാളുടെ വേശിയാകുക എന്ന് പറയുന്നതിനപ്പുറത്തോട്ടൊന്നുമില്ല ഈ ഭാര്യാപദം. ഒരു അവകാശവും അവിടെ ഇല്ല. ഒരാളുടെ വേശ്യയാകുക. വേശ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരാളാണ് പറയുന്നത്.
ഒരാളുടെ ഭാര്യയായി അയാൾക്ക് മാത്രം ശരീരം സമർപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ വേശ്യാന്ന് വിളിക്കോ? ഒന്നിലധികം പുരുഷന് ശരീരം കൊടുക്കുന്ന സ്ത്രീയെ അല്ലേ ലോകം വേശ്യാന്ന് വിളിച്ചിട്ടുള്ളൂ. പക്ഷെ മൈത്രേയൻ പറയുന്നത് എന്താണ്? അടുത്ത ക്ലിപ്പ് കേട്ടോളൂ നിങ്ങൾ. അല്ലയോ ഈ എന്താണ് ഇവിടെ നിൽക്കുന്നേ? ഈ കല്യാണ സ്ഥലത്ത് പോയിട്ടുണ്ടോ നിങ്ങള്? അവിടെ വധു എങ്ങനെയാ നിൽക്കുന്നേ? മുല്ലപ്പൂ ചൂടാതെ ചൂടിയിട്ട് എനിക്ക് വേഷമിട്ട് നിങ്ങളെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല. അതിനെയാണ് വേശ്യാവൃത്തിയിലുള്ള ആൾക്കാർ അങ്ങനെയാ നിൽക്കുന്നത്. ഒരു വേശ്യയെ പോലെ അന്ന് അവിടെ നിൽക്കും. ശരിക്കും ഇയാളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നില്ല? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മാന്യമായി കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഹൈന്ദവരെ, ക്രൈസ്തവരെ, യുക്തിവാദികളെ, സർക്കാരിനെ, നല്ല മനുഷ്യന്മാരെ മുഴുവനും ആ മാന്യമായ സ്ത്രീകളെ വേശ്യാന്ന് വിളിക്കുക വഴി ഇയാളെ തുറങ്കല്ലടക്കണ്ടേ? ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അഭിമാനത്തിന് ഇത്രയേറെ പരിക്കേൽപ്പിച്ച ഒരാളുണ്ടോ മൈത്രേയനെ പോലെ? കല്യാണത്തിനൊരു പെണ്ണൊരുങ്ങി ഒരു പുരുഷന്റെ വീട്ടിലേക്ക്, അല്ലെ, പിതാരക്ഷിതി കൗമാരേ ഭർത്രോ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തിസ്തവരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി എന്ന് മനുസ്മൃതിയിൽ. അച്ഛന്റെ സംരക്ഷണത്തിലാണ് ഒരു മകൾ, പിന്നെ ഭർത്താവിന്റെ സംരക്ഷണത്തിലാണ്. മാന്യമായിട്ടാണ് മനുസ്മൃതി പോലും അതിനെ കാണുന്നത്. അതിനെ വേശ്യാവൃത്തിയായി കാണാൻ. അപ്പൊ വേശ്യാവൃത്തി ഇയാൾ എന്താ വിളിക്കുക? ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അയാളുടെ അടുത്ത ക്ലിപ്പൂടെ കേട്ടോളൂ നിങ്ങൾ. എന്നിട്ട് അത് സംസ്കാരം, സദാചാരം എന്ന് എനിക്ക് പറഞ്ഞുതരിക. ഇവിടുത്തെ സദാചാരം ഇടിഞ്ഞു പോകുന്നു. ഓ, എന്തൊരു സാധനം! കല്യാണത്തിനെ കുറിച്ചാണോ പറയുന്നത്? കല്യാണത്തെ കുറിച്ചാണ്, സംസ്കാരം. അപ്പൊ ഇയാളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എന്താണ്? ആ സംസ്കാരം ഒരു കാലത്ത് സ്വീകരിച്ച ആളും കൂടിയാണ്. അതിലൊരു ട്രോഫി ഉണ്ട്, അതിലൊരു കുഞ്ഞുണ്ട് ഇയാൾക്ക്. അതിന് സംസ്കാരം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ സംസ്കാര ശൂന്യത എന്ന് വിളിക്കുന്ന ഏതിനാണ്? വിവാഹേതര ബന്ധങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത്. വിവാഹത്തെ സംസ്കാര ശൂന്യത എന്ന് വിളിക്കുന്ന മലയാളി ഈ നാട്ടിലുണ്ടാകുന്നു. അതാണ് ലിബറലിസം ഉണ്ടാക്കുന്ന പരിക്കുകളിലെ ഏറ്റവും വലിയ പരിക്ക്. സി രവിചന്ദ്രന്റെ ശിഷ്യനായിരുന്ന മനു പ്രസാദ്, ലിറ്റ്മസ് 19 സ്വപ്ന നഗരി കോഴിക്കോട് 2019 പ്രസംഗിക്കുകയാണ്. അമ്മ അനുവാദം തന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, മകളുടെ അനുവാദമുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, സഹോദരിയുടെ അനുവാദമുണ്ടെങ്കിൽ, അല്ലെ? മനു പ്രസാദ് ആലപ്പുഴക്കാരൻ, കോളിളക്കം സൃഷ്ടിച്ചില്ലേ? കേരളത്തിൽ ആദ്യമായി യുക്തിവാദികളുടെ വേദികളിൽ സ്വന്തം അമ്മയെ പ്രാപിക്കാമെന്ന് പ്രസംഗിച്ചു. ഈ മലയാളക്കരയിൽ മലയാളികൾ എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇപ്പൊ കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുകിലുകൾ. ഫറൂഖ് കോളേജിൽ ജിയോ ബേബിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട പുരോഗതിക്കെതിര് എന്നാ പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് എന്തറിയോ? കുട്ടികളെ വഴിതെറ്റിച്ചത്, എന്നെ തടുക്കുക വഴി എന്നെ തടുത്ത കുട്ടികളെ വഴിതെറ്റിച്ചത് അവരുടെ മാതാപിതാക്കളാണ്. ഏയ്, മൂപ്പര് വഴിതെറ്റി എന്നത് എന്തിനെ വിളിക്കുന്നത്? ആലോചിക്കേണ്ടതാണ്. എന്താ വഴിതെറ്റല്? ആരാണ് ഈ ജിയോ ബേബി? അയാള് ഭൗതികവാദിയാണ്, ദാമ്പത്യം ഇഷ്ടമില്ലാത്ത ആളാണ്, ദുഷ്ടചിന്താഗതിക്കാരനാണ്, അധോഗതിയെ പുരോഗതി എന്ന് വിളിക്കുന്ന ആളാണ്, ധർമ്മത്തെ അധർമ്മം എന്ന് വിളിക്കുന്ന ആളാണ്, സംസ്കാരത്തെ മോശമായി ചിത്രീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ താലോലിക്കേണ്ട ബാധ്യത കേരള ജനതയ്ക്കില്ല. വളരെ ദുരുദ്ദേശപരമായിട്ടാണ് അദ്ദേഹം സിനിമ എടുക്കുന്നത്. സാധാരണ സംവിധായകന്മാർ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാറില്ല. പക്ഷെ ജിയോ ബേബി ഒരു അന്തസ് കാണിച്ചു. ഈ സ്റ്റേറ്റിനെ നശിപ്പിക്കാനാണ് ഞാൻ സിനിമ ഉണ്ടാക്കുന്നതെന്ന് ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തെ അംഗീകരിക്കാന്ന് പറഞ്ഞാൽ, എന്റെ സിനിമ ഞാനിവിടെ കൊണ്ടുവരുന്നത് നന്മക്ക് വേണ്ടിയല്ല എന്ന് അയാൾ പറയുന്നു. അത് ഞാൻ നിങ്ങളെ കളിപ്പിക്കും. 10 കുടുംബത്തെ ഡൈവേഴ്സാക്കിയിട്ട്, വിവാഹമോചിതരാക്കിയിട്ട്, പിന്നെ മക്കളെ അനാഥരാക്കിയിട്ട് കുടുംബം തകർക്കുക എന്ന കുടുംബം കലക്കൽ, അതാണ് എന്റെ സിനിമയുടെ ഉദ്ദേശമെന്ന് കേരള ജനതയോട് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ. ആലോചിച്ച് നോക്കിയേ.
നമുക്ക് ആ ക്ലിപ്പ് ഓർഡർ പ്രകാരം കേട്ടുപോരാൻ ജിയോ ബേബിയുടെ. നിങ്ങൾ 1, 2, 3 ഇങ്ങനെ ഒന്ന് കേട്ടുനോക്കിയേ, എന്നിട്ട് പോനെ. ഈ വിവാഹം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശ സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. ഈ എന്തൊക്കെയാ പറഞ്ഞത്? ഏറ്റവും മോശമായ ഒരു സംവിധാനമാണ് കുടുംബം. ഏറ്റവും ചീപ്പായ ഒരു സംവിധാനമാണ് ദാമ്പത്യം. അതിനെന്തെങ്കിലും കാരണവും കണ്ടെത്തുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ലോകത്തിലെ ഏറ്റവും മാസ്മരികമായ ഒന്നല്ലേ ദാമ്പത്യ ജീവിതം? ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ, അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റു വരുത്താതിരുന്നാൽ അത് മഹാകാവ്യം എന്നാണ് ലോകത്ത് ഇന്നോളുണ്ടായത്, കേരളത്തിലുണ്ടായത്. നമ്മൾ വിചാരിക്കും ജിയോ ബേബി ഭയങ്കര സംഭവമല്ലേ. കേരള ജനതയെ തകർക്കുക എന്നതാണ് ഈ ഭൗതികവാദിയുടെ, അയാൾ ലിബറലാണ്, കാർൽ മാർക്സിന്റെ എഗൽസിന്റെ ഈ സിദ്ധാന്തത്തെ നെഞ്ചിലേറ്റിയ കുടുംബ സംവിധാനം തകർക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു അരാജകത്വവാദിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയൊക്കെ ബുദ്ധിജീവി എന്നും പുരോഗമനവാദി എന്നും വിവരമുള്ളവർ വിളിക്കുന്നു എന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. ഏറ്റവും ചീപ്പ് നോക്കൂ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കുടുംബമില്ലാത്തൊരുത്തന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. തെരുവ് തെണ്ടി നടക്കുന്ന ഒരുത്തനെ, അയാളുടെ ആശയം അതാണ്. അടുത്ത ക്ലിപ്പ് കേട്ടു നോക്കിക്കേ. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ട്ണർ പറയായിരിക്കും സാരമില്ല, നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. എന്തായാലും പ്രശ്നം കുടുംബം മോശമാകാൻ ജിയോ ബേബിയെ സംബന്ധിച്ചിടത്തോളം കാരണം എന്താ? അയാൾക്ക് ഭാര്യനെ അല്ലാത്ത മറ്റു സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. അത് അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇത് ചീപ്പാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ജിയോ ബേബി ആരാ? അരാജകവാദി, അധർമ്മകാരി, താന്തോന്നി, തോന്നിയാസി അല്ലേ? അങ്ങനൊക്കെ പറയുമ്പോ അങ്ങനൊക്കെ പറയണോ? പിന്നെ ഇതിന് വേറെന്താ പറയേണ്ടത്? എന്റെ ഭാര്യ വ്യഭിചരിക്കാൻ തടസ്സാണ്, എനിക്കിങ്ങനെ വ്യഭിചരിച്ചെടുക്കണം ഒരുത്തം പരസ്യമായിട്ട് പ്രസംഗിക്കുമ്പോ ഓനെ സാംസ്കാരിക നായകനായി കൊണ്ടിടക്കാൻ മാനാഭിമാനമുള്ളവർക്ക് കഴിയോ? നിങ്ങൾ പറ, മാനാഭിമാനമുള്ളവർക്ക് കഴിയോ? മമ്മൂട്ടി എങ്ങനെ അതിൽ പെട്ടുപോയി നമുക്കറിയില്ല. ട്രേപ്പാണെന്ന് എനിക്കറിയാം, ട്രേപ്പാണ്, കുടുക്കിയതാണ്. അരാജകത്വം നടമാടാൻ ഒരു നല്ല സിനിമാ നടനെ ഉപയോഗിച്ചു എന്നിടത്താണ് ജിയോ ബേബിയുടെ വിജയം. ശരിക്കും മനസ്സിലാക്കിക്കൂടെ? ചെറിയ കാര്യമൊന്നല്ല. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാപ്പിൽ കാതൽ എന്ന സിനിമയിൽ ജിയോ ബേബിക്ക് പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന്റെ ഒരു തുടക്കം. നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളെ, ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. വലിയ ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ ട്രാപ്പിൽ മനോഹരമായി കൊണ്ടുപോയി കുടുക്കി. നോർമലൈസ് ചെയ്യുക, കുത്തഴിഞ്ഞ ലൈംഗികത മുഴുവനും നോർമലൈസ് ചെയ്യുക. എന്നിട്ട് കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകരുത്. ഭാര്യയുണ്ട്, അവളെ വേണ്ട, ചെക്കന്മാരെ കൂടെ അടക്കുക. ആലോചിച്ചു നോക്കണം നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത ക്ലിപ്പ് കേട്ടോളൂ. ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അവർ അത്രയും സന്തോഷിക്കും. ആദ്യം മുതലിട്ട് ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അവർ അത്രയും സന്തോഷിക്കും. ഒന്നുകൂടി ഇട്ട മോനെ, ഒന്ന് ശബ്ദം കൂട്ടി. ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അവർ അത്രയും സന്തോഷിക്കും. നമ്മള് സാധാരണ ഒരു സിനിമാ സംവിധായകൻ ജിയോ ബേബി എന്താ പറയുന്നത്? എന്റെ ഒരു സിനിമ കൊണ്ട് 10 ഡൈവേഴ്സ് നടക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. ഈ മാനസിക രോഗിയാണല്ലോ ഫറൂഖുളയിൽ എന്തുകൊണ്ട് തടഞ്ഞു? ഫറൂഖുളയിലെ കുട്ടികൾ അരിയാഹാരം കഴിക്കുന്നുണ്ട്. ഫറൂഖുളയിലെ കുട്ടികൾക്ക് ബോധം ഉണ്ടായതുകൊണ്ട്, നല്ല കുടുംബത്തിൽ ജനിച്ച മക്കളായതുകൊണ്ട്, അവരുടെ ഉപ്പയും ഉമ്മയും അവരുടെ അച്ഛനും അമ്മയും ഡൈവേഴ്സ് ആയിട്ട് അവർ അനാഥരാകുന്നവർ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ കേരളത്തിൽ വന്നിട്ട് പറയാണ്, ഞാൻ സിനിമ ഉണ്ടാക്കുന്നത് ഈ ലോകത്തെ നശിപ്പിക്കാനാണ്, തകർക്കാനാണ്, കുടുംബ സംവിധാനം നശിപ്പിക്കാനാണ് എന്ന് പരസ്യമായി ശാന്തനായിരുന്ന് വിവരക്കേട് പിടിച്ചു പറയാ. എന്നിട്ട് കേരള ജനത അദ്ദേഹത്തെ കൊണ്ടടക്കുക. നമ്മൾ ആലോചിച്ച് നോക്കണം, എന്റെ സിനിമ കണ്ടിട്ട് 10 ഡൈവേഴ്സ് ഉണ്ടാകണം. എങ്ങനെയുണ്ട്? എന്നിട്ട്
അച്ഛനും അമ്മയും 2 കളിക്ക്, എന്നിട്ട് മക്കൾ അനാഥരാകുക, കഞ്ചാവിനും കള്ളിനും അടിമപ്പെടുക, അങ്ങനെ ആകെ തകർത്തെറിഞ്ഞ ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുക, നന്ദിയില്ലാത്തൊരു സമൂഹം ഇവിടെ ഉണ്ടാകുക. നിങ്ങൾ ആ മൈത്രേയന്റെ ഒരു ക്ലിപ്പൂടി ഉണ്ട്, നിങ്ങളൊന്ന് കേട്ടുനോക്കിക്കേ. നന്ദിയില്ലാത്ത ഒരു ജനത ഉണ്ടാവുക. ചുവന്ന ടീഷർട്ട് ഇട്ട് അപ്പൊ നമ്മൾ ഇത്രയും നാള് നോക്കി വളർത്തിയ ആൾക്കാരാണ്. അതൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇത്രയും നാള് നോക്കി വളർത്തിയ എല്ലാ സാധനവും ലോകത്ത് അങ്ങനെ നിങ്ങൾ മരിക്കാനും ഒക്കത്തില്ല. അപ്പൊ നമുക്ക് നന്ദി അല്ലെങ്കിൽ തിരിച്ചു ഒരു ആവശ്യമില്ലാത്തൊരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത്. നന്ദിയുടെ ആവശ്യമേ ഇല്ല, ലോകത്ത് ആവശ്യമില്ലാത്തതാണ്. അത് പണ്ട് മുതലാളിമാര് ചോറ് അവരുടേതാണ്, ജോലി അവരുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നെന്നായിരുന്നു. അപ്പോഴാണ് നന്ദി എന്ന് പറയുന്ന വികാരമൊക്കെ വേണ്ടത്. അത് ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ താങ്കൾ താമസിക്കുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലാണ്, അപ്പൊ അവരോടും അങ്ങനെ സംഭവമില്ല, അല്പം പോലും നന്ദിയില്ല. ഒരു നന്ദി എനിക്കില്ല. കാരണം എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്നോ അവരെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ്. പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള പരസ്പര ബഹുമാനമാണ് ഞങ്ങൾക്കുള്ളത്. പരസ്പരം ആവശ്യമുള്ളവരാണെന്ന് അറിയുന്നതിനുള്ള സ്നേഹമാണ്. നന്ദിയില്ല, ആരോടും നന്ദിയില്ല, ഒരാളോടും നന്ദിയില്ല. നന്ദി ആവശ്യമില്ലാത്ത വികാരമാണെന്ന് എനിക്കറിയാം. അത് പണ്ട് ഈ കൃഷിക്കാര് നന്ദി ആവശ്യമില്ലാത്ത വികാരമാണ്, ഒരാളോടും നന്ദിയില്ല. അപ്പൊ എങ്ങനത്തെ ഒരു വർഗ്ഗമായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഒരു ബസ്സിൽ കയറി ഒരു പ്രായം ചെന്നൊരു മനുഷ്യന് നമ്മൾ എഴുന്നേറ്റ് കൊടുത്താൽ താങ്ക്സ് എന്ന് പറയും. അങ്ങനെ നന്ദിയും കടപ്പാടും ഇല്ലാത്ത ഒരു ജനത. മൃഗങ്ങൾക്ക് പോലും, പട്ടിക്ക് പോലും നന്ദി എന്ന വികാരമുണ്ട്. ആ പട്ടിയേക്കാൾ തരം താന്നവനാകണം മനുഷ്യൻ എന്ന് പറയുന്ന യുക്തിവാദി നിരീശ്വരവാദികളാണ് നമ്മുടെ പാഠ്യപദ്ധതി വരെ കൈകാര്യം ചെയ്യുന്നത്, ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ കൈകാര്യം ചെയ്യുന്നത്, ആണും പെണ്ണും കെട്ടൊരു വർഗത്തെ ഇവിടെ സൃഷ്ടിക്കുന്നത്. അല്ലെ, ഒരാൾക്ക് തോന്നുക മീശുണ്ട്, താടിയുണ്ട്, ആണിന്റെ എല്ലാ അവയവങ്ങളും ഉണ്ട്, പക്ഷെ മനസ്സ് പറയാ പെണ്ണാം, നാം പെണ്ണാണ് പുതിയ വാദങ്ങൾ പറയുന്നു. അപ്പൊ അതുകൊണ്ട് മൂവാറ്റുപുഴയിലൊക്കെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് ഗൗരവമായി യുക്തിവാദികളുടെ കയ്യിൽപ്പെടാതിരിക്കാൻ ക്യാമ്പസുകളിലൊക്കെ വളരെ മോശമായ രൂപത്തിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ ഉണരണം കലാലയം എന്നൊക്കെ പറഞ്ഞിട്ട് ലൈംഗികമായ അത്രയും മോശമായ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്ന നോക്കൂ. സ്ത്രീധന മരണങ്ങൾ, ആസിഡ് ഒഴിക്കലുകൾ. ആർക്കെങ്കിലും ആരെങ്കിലും വിശ്വാസമുണ്ടോ ഇന്ന്? മാതാപിതാക്കൾക്ക് മക്കൾ എന്തെങ്കിലും ഒരു നന്ദി എങ്ങനെ ഉണ്ടാവും? ഈ മൈത്രേയനെ പോലെയുള്ളവർക്ക് ലൈക്ക് അടിച്ചിറക്കുന്ന ഒരു പുതിയ തലമുറ എങ്ങനെ ഉണ്ടാവും? കുറെ മുടിയും കീറിയ പാൻസും ഒക്കെ ധരിച്ചു കിടക്കുന്ന ഒരു പുതിയ തലമുറക്ക് ഞാനിന്ന് ട്രെയിനിൽ വരുമ്പോൾ എല്ലാ ദിവസവും നോക്കുന്ന എല്ലാവരും മൊബൈലിലാണ്. വായനയില്ല, എഴുത്തില്ല, ചിന്തകളില്ല, പരിചയപ്പെടലുകളില്ല. രാവിലെ മുതൽ ഞാൻ പറയുന്നു, ഇനി ഇപ്പൊ ഒരു നമ്മുടെ രാജ്യമൊക്കെ ആരെങ്കിലും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ ഒരിക്കലും ജയിക്കില്ല ഇന്ത്യ. എന്തുകൊണ്ട്? ജയിക്കാൻ പോകുന്ന കഴിവും കരുത്തുമുള്ള ആണുങ്ങളില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. മനസ്സിലായിക്കോളി. വിലപിക്കാണ് ഞാൻ. സ്വന്തത്തിനോ കുടുംബത്തിനോ രാഷ്ട്രത്തിനോ നാടിനോ നന്മ ചെയ്യാത്തൊരു ജനത എവിടെ വളരും? എത്ര ഭീകരമാണല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. കഞ്ചാവ് സർവത്ര ഒഴുകുന്നു. ഈ മൈത്രേയം പറയുന്നുണ്ട്, കഞ്ചാവ് നിയമം മൂലം അനുവദിക്കണം, നിയമം മൂലം അനുവദിക്കണം. ഓരോ കടകളിൽ ചോക്ലേറ്റ് കിട്ടുന്ന പോലെ കഞ്ചാവ് കിട്ടുന്ന അവസ്ഥ വേണം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഒരു വലിയ സംഘം യുക്തിവാദികൾ. എനിക്ക് അത്ഭുതം തോന്നിയത്, കേരളത്തിലൊരു ബസ് ഇങ്ങനെ യാത്ര പോവുകയാണ്, മന്ത്രിമാരുടെ ബസ്. അതിൽ 2 സ്ത്രീകൾ, ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ്, ഒന്ന് ആരോഗ്യമന്ത്രിയാണ്. ഈ ഡിസംബർ 1-ന്, നമ്മുടെ ഡിസംബർ 29-ലാണ്, ഈ ഡിസംബർ 1-ന് ആരോഗ്യമന്ത്രി പറയാണ് എയ്ഡ്സ് രോഗികളില്ലാത്ത കേരളം. അതാണ് എന്റെ സങ്കല്പം. അവരിയ്ക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ഇരുന്നിട്ട് അവര് പാഠ്യപദ്ധതി നടപ്പാക്കുകയാണ്. എയ്ഡ്സ് രോഗികളെ കൊണ്ട് നിറയുന്ന കേരളം. ഇവർ 2 പേരും ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, ഒരു സർക്കാരിന്റെ കീഴിലാണ്. ഓർക്കണം, എല്ലാവരും ഓർക്കണം. നോക്കൂ, ഒരു സർക്കാരിന്റെ ബസ്സിൽ ഒരേ സർക്കാരിന് അംഗീകരിക്കുന്ന 2 വനിതകൾ. അതിലൊരു വനിത പറയുന്നു, എയ്ഡ്സ് രോഗികൾ വ്യാപകമാകുന്ന രൂപത്തിലായിരിക്കണം കേരള ജനത മുന്നോട്ട് പോകേണ്ടത്. ഈ വാചകമല്ല പറഞ്ഞ്, വാചകം വേറെയാ, കുറച്ചുകൂടി അടുത്തതാ. അവർ പറയുന്ന വാചകം തിരിയണമെങ്കിൽ പുതിയ നടപടിക്രമങ്ങൾ എന്താന്ന്, പാഠ്യപദ്ധതി എന്താന്ന് മനസ്സിലാകണം. പെണ്ണ് എന്താ, ആണ് എന്താ പെണ്ണ്? ആണും പെണ്ണും വേർതിരിക്കാൻ പാടില്ല. ആണും പെണ്ണും വേർതിരിക്കാൻ പാടില്ല. ആണുങ്ങൾക്ക് വേറെ ടോയ്ലറ്റ്, പെണ്ണുങ്ങൾ അതൊന്നും പറ്റില്ല. പഠിക്കുമ്പോ പെണ്ണ് തൊട്ടടുത്തിരിക്കണം. അപ്പൊ പഠിക്കല്ല പിടിക്കുക, പഠിക്കാൻ പഠിപ്പിക്കല്ല പിടിക്കാൻ പഠിപ്പിക്കുക. പുതിയ പാഠ്യപദ്ധതിയാണ്. ചിന്തിക്കണം. ഞാൻ ഇച്ചിരി ഗൗരവമായിട്ട് പറയുന്ന ആളാണ്, എനിക്ക് ഭയപ്പെടുത്താൻ അറിയില്ല ഈ കാര്യമൊന്നും.
അത്തരത്തിലുള്ള മൊമെന്റുകളാണ് ഇവിടെ നടക്കുന്നത്. ഭയാനകരമായ മൊമെന്റുകളാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളെ. ഇപ്പൊ നമ്മൾ നോക്കൂ, ഡിസംബർ, ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നത്, ഡിസംബർ ഇവിടെ അവസാനിക്കും. ഇന്ന് 29ആണ്. ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയല്ലോ. നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെയൊക്കെ പ്രവർത്തനം എത്രത്തോളം നന്മ നിറഞ്ഞതാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പുതിയ വർഷം വരാൻ പോവാണ്. അതെന്തായിരിക്കുന്നു പോലും നമുക്കറിയില്ല. ഒരു വർഷം നമ്മളോട് വിട പറയുമ്പോൾ ആ വർഷം തിരിച്ചു വരില്ല. വിശുദ്ധ ഖുർആൻ തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. രാവും പകലും സൂര്യനും ചന്ദ്രനും കറങ്ങി വരും. ഒരു റിട്ടേൺ ഇല്ല അതിനൊന്നും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണും, നമ്മൾ എത്രത്തോളം കുടുംബവുമായി ബന്ധപ്പെടുന്നു, നമ്മുടെ ജീവിതം എത്രത്തോളം ഉന്നതമാകുന്നു എല്ലാം ആലോചിക്കേണ്ടതാണ്. ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മാതാപിതാക്കളുടെ കടപ്പാടുകൾ, ഇതൊക്കെയാണ്. എനിക്ക് ഈ മൂവാറ്റുപുഴയിൽ കുറഞ്ഞ ആഴ്ചകൾക്കപ്പുറത്ത് നമ്മൾ പ്രസംഗിച്ചു. ഇതൊരു മറുപടി പ്രസംഗമായിരുന്നു. അതിനുശേഷം ഒരു പള്ളി മിമ്പറിൽ വിഷയം അവതരിപ്പിക്കുകയാണ്. എന്ത്? വിശുദ്ധ ഖുർആനും മൊയ്തീൻ മാലയും. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്തെല്ലാം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും പ്രവാചകന്റെ വചനത്തിൽ നിന്നും പഠിപ്പിക്കാനുണ്ട്. എന്നിട്ടും നബിയുടെ വഫാത്തിന് ശേഷം 1000 കൊല്ലങ്ങൾക്കിപ്പുറത്ത് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് എഴുതിയ ഒരു ശുദ്രകൃതി ഖുർആനും തുല്യമാണെന്ന് പഠിപ്പിക്കാൻ പണ്ഡിതൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. വലിയ ദൗത്യമാണല്ലോ അപ്പൊ അത്. ഈ നാട്ടിൽ മുസ്ലിം സമുദായം, മാറുമറക്കാത്ത പെണ്ണുങ്ങൾ, ടൈറ്റ് ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കുന്ന സ്ത്രീകൾ, കല്യാണത്തിന്റെ ആർഭാടങ്ങൾ, തോന്നിവാസങ്ങൾ, അരാജകത്വങ്ങൾ, ആണിനെ കല്യാണം കഴിക്കൽ, എത്ര മേട്ടറുകളുണ്ട്. പള്ളി മെമ്പറിൽ ചർച്ച ചെയ്യാൻ എന്നോടുള്ള ദേഷ്യം തീർക്കുകയാണോ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോടുള്ള ദേഷ്യം തീർക്കുകയാണോ? അതാണോ വേണ്ടത്? ഒരു പള്ളി മെമ്പറിനെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന് പകരം എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹ് അവതരിപ്പിച്ച ദൈവീക ഗ്രന്ഥത്തെ മനുഷ്യനിർമ്മിതമായ അപാകതകളും ശിർക്കുകളും കുഫറുകളും കുത്തി നിറച്ച ഒരു ശുദ്രകൃതിയെ അതിന് ഖുർആനിനോട് തുലനം ചെയ്ത് വിവരിച്ച് പണ്ഡിത നാട്യം നടിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ഡിതന്മാർ പോലും അവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കാത്തൊരു കാലഘട്ടത്തിൽ, മതലേനങ്ങളുടെ കാലഘട്ടത്തിൽ, മതസൗഹാർദ്ദം, മാനവിക സൗഹാർദ്ദം എന്ന് വികസിക്കേണ്ടതിന് പകരം മതലേനം, മതസൗഹാർദ്ദമായി തെറ്റിദ്ധരിച്ച ഒരു ലോകത്ത്, അസ്തിത്വം നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്ത്, ഓരോരുത്തരുടെ മതവും അവർക്ക് വലുതാണ്. ആ മതമനുസരിച്ച് അവർ ജീവിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവർക്കുള്ളതാണ്. അത് വേറൊരുത്തം പങ്കെടുത്തില്ല എന്ന് പറഞ്ഞവനെ തീവ്രവാദിയാക്കേണ്ടതില്ല. അപ്പൊ മണ്ഡലം നോമ്പിന്റെ സാഹചര്യമാണ്. ശബരിമലയിലേക്ക് പോകാൻ മണ്ഡലം നോമ്പ് മുസ്ലിങ്ങൾ നോക്കാറില്ല. അതുകൊണ്ടൊരു ഹിന്ദുവിന് വിഷമല്ല. പക്ഷെ മണ്ഡലം നോമ്പ് നോട്ട ഒരു ഹിന്ദുവിനെ മുസ്ലിങ്ങൾ ബിരിയാണി കഴിപ്പിച്ചാലോ? അതിന്റെ പേരാണ് ഭീകരവാദം. എനിക്ക് മണ്ഡലം നോമ്പാ, അല്ല നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ബിരിയാണി ആ തിന്നണം, പറ്റില്ല. അവന്റെ മണ്ഡലം നോമ്പ് പൂർത്തിയാകുന്നത് ഓന്റെ ആചാരങ്ങൾ ഓൻ തനതായി അനുഷ്ഠിക്കുമ്പോഴാണ്. അതിന് സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇവിടെ ഹൈന്ദവന്. പരിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പ് വിൽക്കുന്നു. തൊട്ടടുത്ത ബാബു ഏട്ടനെ കൊണ്ട് നമ്മൾ നോമ്പ് വിൽപ്പിക്കാറില്ല. ഇല്ല, അതല്ല മതസൗഹാർദ്ദം. അവനവന്റെ മതത്തിൽ നിന്നുകൊണ്ട് ആർട്ടിക്കിൾ 25 പറയുന്ന അതാ. ആർട്ടിക്കിൾ 25 ഭരണഘടനയുടെ 25 പറയുന്ന എനിക്ക് എന്റെ മതം, ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. ആരും ഒരു മതത്തെയും അടിച്ചേൽപ്പിക്കേണ്ടതില്ല. എന്റെ മതാചാരത്തിൽ അയാൾ പങ്കെടുത്തില്ല എന്ന് പറയേണ്ടതില്ല. മാത്രവുമല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ കണിശമായ നിലപാടുണ്ട് ഇസ്ലാമിന്. ഇസ്ലാമിന് വളരെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ആശയം ഇന്നത് ശരിയല്ല എന്ന് വിശ്വസിച്ചാൽ ആ ശരിയല്ലാത്തതിൽ ഒരു നിലക്കും സഹകരിക്കാൻ പറ്റില്ല ഒരു മുസൽമാന്. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഞ്ചാവ് കഴിക്കാത്ത ഒരാളാണെങ്കിൽ കഞ്ചാവ് കഴിക്കുന്നവരുടെ കൂടെ ഞാൻ ഇരിക്കില്ല. എനിക്ക് പാപമാണ്. ഒരാൾക്കൊരു സംഗതി പാപമാണ് എങ്കിലും അത് ചെയ്യാൻ പാടില്ല. ഒരാചാരം അയാൾ മനസ്സുകൊണ്ട് അംഗീകരിക്കില്ല, ആ ആചാരം തെറ്റാണ് എന്നും അയാൾ വിശ്വസിക്കുന്നു എങ്കിൽ ആചാരത്തിന്റെ കൂടെ അയാൾ സഹകരിക്കാൻ പാടില്ല. അതാണ് അയാളുടെ അന്തസ്സ്, അതാണ് വ്യക്തിത്വം, അല്ലേ? സത്യത്തിൽ ഇന്ന് അതില്ല നമ്മുടെ കേരളത്തിൽ. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് കല്യാണം കഴിക്കാൻ പാടില്ല. നിങ്ങൾ പരിശോധിച്ചോ, ഞാൻ വെറുതെ പറയുന്നല്ല. കല്യാണം പാടില്ല, കുടുംബ സ്വത്ത് പാടില്ല ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്. കാരണം കമ്മ്യൂണിസത്തിന്റെ അസില് തന്നെ എന്താണ്? അടിസ്ഥാനം സ്വകാര്യ സ്വത്തിന്റെ നിർമാർജനം.
സ്വകാര്യ സ്വത്ത് കുമിഞ്ഞുകൂടിയത് കുടുംബത്തിലാണ്. ആ കുടുംബം തകർക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് എഴുതി എഗൽസ്, കാർൽ മാക്സ്. അതുകൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് കല്യാണം പാടില്ല, സ്വകാര്യ സ്വത്ത് പാടില്ല. പക്ഷെ ഇന്ന് കമ്മ്യൂണിസം ലോകത്ത് എവിടെയില്ല, കേരളത്തിലും ഇല്ല, ചൈനയിലും ഇല്ല, ലോകത്തൊരിടത്തും ഇല്ല, മുതലാളിത്തേ ഉള്ളൂ. പക്ഷെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കൂലേ? പക്ഷെ വസ്തുത അതാണ്. ആശയമൊക്കെ പോയി, എല്ലാവർക്കും എല്ലാവരും ആശയവും പോയി. അവനവന്റെ ആശയം തനത് സ്വഭാവത്തിൽ ആരും നിലനിർത്തുന്നില്ല. മാത്രവുമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ ഒരു ഹൈന്ദവന്റെ ആഘോഷം, ആചാരം, അതിനൊരു പവിത്രത അവർക്കില്ലേ? അതിനൊരു മഹത്വം അവർ കൽപ്പിച്ചിട്ടില്ലേ? ആ മഹത്വം കൽപ്പിക്കാത്ത ഒരാൾ അതിൽ കൂടിയിട്ട് അതിനെ നശിപ്പിക്കുന്നത് ശരിയാണോ? അതിന്റെ പരിശുദ്ധതക്കെതിരായി നിൽക്കുന്നത് ശരിയാണോ? ഒന്നിന്റെ ആത്മാവ് അറിയാത്ത ഒരാൾ കേവലം അവിടെ പോയി നിന്നോണ്ട് കാര്യമുണ്ടോ? ചിന്തിക്ക് മനുഷ്യരെ, തലച്ചോറ് കൊടുത്ത് ആലോചിക്ക്. ഒരു ചർച്ചിൽ നടക്കേണ്ട ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷം, ആ ആഘോഷം എന്താണെന്നോ അതിന്റെ ആത്മാവ് എന്താണെന്നോ അറിയാത്ത ഒരാൾ അതിൽ കൂടി 4 ഫോട്ടോ എടുത്ത് വീഡിയോ ആയാൽ മാനവിക സൗഹാർദ്ദവും മതസൗഹാർദ്ദമാവോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, ഗാന്ധിജി മരിക്കുമ്പോ ഹരേ റാം ഹരേ റാം, രാമഭക്തനായിരുന്നു. ഞാൻ കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ രാമഭക്തൻ ആരാണ് എന്ന് എന്നോടൊരാൾ ചോദിച്ചാൽ അത് ഗാന്ധിജി മാത്രമായിരുന്നു. മരിക്കുമ്പം പോലും രാം റാം എന്ന് ഉച്ചരിച്ച് മരിച്ച ആളാ. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ല? മൗലാന മുഹമ്മദ് അലി ജോഹറിന്റെ വീട്ടിൽ 6 മാസം കൂടിയ ആളാ. മൗലാന അബുൽ കലാം ആസാദിന്റെ തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച ആളാ. നെഹ്റു നിരീശ്വരവാദിയായിരുന്നു. രാം റാം എന്ന് വിളിച്ച ആളല്ല, അല്ലാ അല്ലാ എന്ന് വിളിച്ച ആളല്ല. പക്ഷെ അവരൊക്കെ നമുക്ക് വലുതാ. എന്താ കാരണം? അവനവന്റെ മതം അവർ കാത്തു സൂക്ഷിച്ചു. മൗലാന മുഹമ്മദ് അലി ജോഹർ ലാഹോറിലെ കോൺഗ്രസിന്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു ഘട്ടം വന്നു. വന്ദേ മാതരം അവിടെ ഉച്ചരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അധ്യക്ഷനാണ്, എന്റെ അധ്യക്ഷ പദത്തിൽ ഇത് പറ്റില്ല. കാരണം എന്താ? ഞാനൊരു മുസ്ലിമിന്റെ നേതാവും കൂടിയാണ്. ഞാനതിൽ പങ്കെടുത്താൽ ശിർക്ക്, ബൗദ്ധൈവത്വം പ്രശ്നമല്ല, സൃഷ്ടിപൂജ പ്രശ്നമല്ല എന്നെ സമൂഹം മനസ്സിലാക്കും. എനിക്കത് താല്പര്യമില്ല. അതേ ഇറങ്ങിപ്പോയി. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ചോദിച്ചു, നിങ്ങൾ എന്താ ഇറങ്ങിപ്പോയത്? മൗലാന മുഹമ്മദ് അലി ജൗഹറിനോട് അദ്ദേഹം പറഞ്ഞു, എന്റെ വിശ്വാസത്തിനെതിരായ ഒരു കാര്യത്തിൽ ഞാൻ സാക്ഷ്യം വഹിച്ചാൽ, ഞാൻ അധ്യക്ഷ പദത്തിൽ ഇരുന്നാൽ എന്റെ സമുദായം വിചാരിക്കില്ലൊന്നും കുഴപ്പമില്ല. ഏതുപോലെ? കേക്ക് മുറിച്ച പാണക്കാട്ട് തങ്ങളെ പോലെ. അയാൾ ചെയ്തത് ക്രിസ്ത്യാനികളോട് അപരാധമാണ്, മുസ്ലിങ്ങളോട്. നാളെ പരലോകത്ത് ദൈവസന്നിധിയിൽ ആ ക്രിസ്ത്യാനികളും പള്ളിയിലച്ഛനും പാണക്കാട്ട് തങ്ങൾക്കെതിരെ തിരിയും. അന്ന് ചോദിക്കും, ഇത് പാപമായിരുന്നു എന്ന് ബൈബിളിലും ഇത് പാപമായിരുന്നു എന്ന് ഖുർആനിലും പഠിപ്പിച്ചിട്ട് അത് തിരുത്തി തരേണ്ടതിന് പകരം അതിന്റെ കൂടെ വന്നു ചേർന്നത് എന്തിന് എന്ന് ചോദിക്കും. ഈ വാചകം ചിലപ്പോൾ ആരും പറയാൻ ധൈര്യം കാണിച്ചോളുന്നില്ല, പക്ഷെ അതവിടെ നടക്കും. ഉറപ്പായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. അന്ന് ക്രിസ്ത്യാനികൾ ഇവർക്കെതിരാവും. ആരൊക്കെ ഇവിടെ സമൂഹത്തിൽ തെറ്റുപറ്റിയോ അത് തിരുത്താതെ അവരോടൊപ്പം ചേർന്നവർ തീർച്ചയായും കുറ്റക്കാരാണ്. ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തി പറയും. ഒരു മുസ്ലിമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അവിടെ ക്ഷേത്രത്തിലെ ബിംബങ്ങൾക്ക് നേരെ കൈ ഉയർത്താൻ അവിടെ അനുയായികൾ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, എനിക്കത് പാടില്ല. നിനക്കത് പാടുണ്ട്, അത് നിന്റെ മതമാണ്, അത് പവിത്രമെന്ന് നീയല്ലേ കരുതുന്നത്. എനിക്കത് പവിത്രമായി തോന്നിയിട്ടില്ല. എനിക്ക് പവിത്രമായി തോന്നിയതിനെ നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഞാൻ അംഗീകരിക്കുന്നു. എന്റേത് പവിത്രമായി നിനക്ക് തോന്നേണ്ടതില്ല. നിന്റേത് പവിത്രമായി എനിക്ക് തോന്നാത്തത് കൊണ്ട് നീ എന്നെ അങ്ങോട്ട് നിർബന്ധിക്കേണ്ടതുമില്ല. എത്ര ഉജ്ജ്വലമായ കാഴ്ചപ്പാടാണ്, എത്ര ശ്രേഷ്ഠമായ കാഴ്ചപ്പാടാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇരിക്കുന്ന അതേ തൊട്ടപ്പുറത്തെ കസേരയിൽ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ KP കേശവമേനോൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എഴുന്നേറ്റ് പോകും. KP കേശവമേനോൻ കാത്തു നിൽക്കുന്നു. എന്തേ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൂടെ പാത്ത്? എന്തേ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വിളിക്കാത്ത? KP കേശവമേനോൻ മുസ്ലിം അല്ല. അവിടെ ഇരുന്നു. രണ്ടാളും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാ. കോൺഗ്രസിന് വേണ്ടി ഒന്നിച്ച് ഒരേ വേദിയിൽ. ആരാധനയോ രണ്ട് സ്ഥലത്ത്. എന്തുകൊണ്ട്? രണ്ടാളുടെ വിശ്വാസം വേറെയാണ്. ഇവിടുന്ന് ഒരു ജോർജും ഒരു ബഷീറും അതുപോലെ ഒരു കൃഷ്ണനും വണ്ടി കയറി എറണാകുളത്തേക്ക്. ഒരു ഹോട്ടലിൽ ഇറങ്ങി. 3 ആളും ബിരിയാണി തന്നു. ഒരു പ്രശ്നമില്ല. മുസ്ലിം വാങ്ങിച്ചു കൊടുത്തു, അല്ലെ ക്രിസ്ത്യാനി വാങ്ങിച്ചു കൊടുത്തു, പ്രശ്നമില്ല. ഒരാൾക്ക് ചർച്ച് പോകണം. ഹോട്ടലിലേക്ക് പോകുമ്പോൾ 3 ആളും ഒന്നിച്ചാ പോയത്. ആർക്കും ടെൻഷൻ ഇല്ലണ്ടോ? ഇല്ല. അമ്പലത്തിൽ പോയപ്പോ ഗണേശൻ അമ്പലത്തിൽ പോയി, പള്ളിയിലേക്ക് ക്രിസ്ത്യാനിയും പോയി, ചർച്ചിലേക്ക് ക്രിസ്ത്യാനി പോയി, മസ്ജിദിലേക്ക് മുസ്ലിമും പോയി. ആർക്കും എതിരില്ല. അങ്ങനെ നിലക്കുന്നതിന്റെ പേരാണ് മതേതരത്വം. ഏതായാലും ഹോട്ടലിൽ ഒന്നിച്ചല്ലേ ചായ പിടിച്ച്, അമ്പലത്തിൽ നമുക്ക് ഒന്നിച്ചു പോവാന്ന് പറയില്ല ആരും, വിവരമുള്ളതും പറയില്ല. അതുകൊണ്ട് മതലയനം കേരളത്തിൽ കുറച്ച് കൂടി വരികയാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ ഭീകരവാദികൾ ആക്കപ്പെടുകയുമാണ്. അതാണ് അതിന്റെ അനന്തരഫലം. അതിന്റെ അനന്തരഫലം എന്താണ്? യഥാർത്ഥ അന്തസ്സുള്ള ആളുകൾ അന്തസ്സില്ലാത്തവരായി ചിത്രീകരിക്കപ്പെടുകയും
ആണും പെണ്ണും കെട്ടുപോയ മനുഷ്യന്മാര് അന്തസ്സുള്ളവരായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ക്ഷമിക്കുക, ഭീകരമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. പഠിക്കുന്നില്ല ആരും, മനസ്സിലാക്കുന്നില്ല ആരും, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ആരും. അല്ലെ, ഒരു നിരീശ്വരവാദി ഓൻ എന്തിനാ അമ്പലത്തിൽ പോകണം? ഓൻ നിരീശ്വരവാദിയാണ്, ഓൻ അമ്പലത്തിൽ എന്തിനാ പോകണം? ഓനന്റെ അതാണല്ലോ നമ്മുടെ രാജ്യം. നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്താ? ഈശ്വരനില്ല, വേണ്ട. ഈശ്വരനുണ്ട്, തോനുണ്ട്, ഓ ആയിക്കോട്ടെ. 300 ഉണ്ട്, ആ 300 കൊണ്ടേക്കോളൂ. ഓരോരുത്തരുടെ വിശ്വാസം, അതാണ് നമ്മുടെ നാട്. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവാ, അത് വിശ്വാസമില്ല. കല്യാണത്തിന് പോവാം, സൽക്കാരത്തിന് പോകാം, ചായ കുടിക്കാം, ചോറിന്നാം. മതാഘോഷത്ത് പറ്റില്ല. എന്താ പറ്റാത്തത്? ആ മതാഘോഷം ഇവന് ഇഷ്ടമില്ല. എന്താ ഇഷ്ടമില്ലാത്ത? അവന്റെ മതത്തിൽ അതില്ല, അത് പാടില്ല. അതോ അവനത് പരിശുദ്ധാണ്. ആ പരിശുദ്ധതയെ നമ്മൾ കളങ്കപ്പെടുത്തരുത്. അവിടെ പോയി നിന്നിട്ട് നമ്മൾ കളങ്കപ്പെടുത്തരുത്. കാരണം ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല, ആ വിശ്വാസം ആചരിക്കുന്നില്ല. ഒരു ദിവസം പോയി അവിടെ കൂടിക്കൊടുത്ത് അതിനെന്താക്കരുത്? അവരുടെ വിശ്വാസപ്രകാരമുള്ള അതിന്റെ പവിത്രതയെ, ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ച പദമാണത്, അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് പവിത്രമെന്ന് തോന്നിയതിനെ നമ്മൾ പോയിട്ട് കൊളാക്കരുത്. ഇതിങ്ങനെ നിങ്ങൾ നടത്തി വെക്കുക നമ്മുടെ കേരളത്തിൽ. അതാണ് ശരിക്കുള്ള മാനവിക സൗഹാർദ്ദം. ബാല, നിന്റെ മതം നിനക്കുള്ളതാണ്. ലക്കും ദീനുക്കും വലിയത്. എന്റെ മതപ്രകാരം എനിക്കിത് പറ്റില്ല ഗണേശ, സാധ്യമല്ല. ഓക്കെ, നീ പോയിക്കോ, അതാണ് വേണ്ടത്. ആരെയും നിർബന്ധിക്കണ്ട. അതല്ലേ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമേ ഇല്ല. മാത്രമല്ല, എനിക്ക് പാടില്ലാത്തൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തി നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുക വഴി നിങ്ങൾ എന്നെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്, എന്നെ വേദനിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ദൈവസന്നിധിയിൽ ശിക്ഷ കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയാണ്. തിരിച്ചു അങ്ങനെ തന്നെ. മണ്ഡലം നോമ്പ് തൊട്ടൊരുത്തനെ മുസ്ലിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി നെയ്ച്ചോറ് തീറ്റിക്കുക, ബിരിയാണി തീറ്റിക്കുക, പാടില്ലാത്തതാണ്. അവന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്, അത് അവന്റെ വിശ്വാസമാണ്. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചു. ഞാൻ അതിനെ എതിർക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ ക്ഷേത്രത്തിനൊരു സംസ്കാരമുണ്ട്. അവിടെ ഒരു മുസ്ലിം ചെല്ലുന്നത് അശുദ്ധമാക്കലാണ് അവരുടെ വിശ്വാസപ്രകാരം. അശുദ്ധാകുമല്ലേ എന്നുള്ള ചർച്ച വേറെയാണ്, ആ ചർച്ച വേറെയാണ്. പക്ഷെ അവൻ വിശ്വസിക്കുന്നു, അത് വകച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ രാജ്യം. ഗാന്ധിജിക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം വകച്ചു കൊടുത്തു, വല്ലഭായി പട്ടേലിന് അദ്ദേഹത്തിന്റെ വിശ്വാസം വകച്ചു കൊടുത്തു, മുൻഷിക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം വകച്ചു കൊടുത്തു, നെഹ്റുവിന് നിരീശ്വരത്വം വകച്ചു കൊടുത്തു. അതാ രാജ്യം, ആ രാജ്യം. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ എന്ത് പറഞ്ഞ്? ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ച് മേളിക്കുന്ന ഒരു രാജ്യത്തു നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ വ്യത്യസ്ത മതങ്ങളാ നിലക്കുണ്ട്, എല്ലാരും കൂടി ലയിച്ച് ഒന്നാകല്ല. അതാണ് ഏകാത്മക മത ശിലാസങ്കല്പം എന്ന് പറയുന്നത്, ഫാസിസം എന്ന് പറയുന്നത്. അതാണ് എല്ലാരും കൂടി ഒരു മതം. ഓണം വന്നാൽ എല്ലാവരും ഓണം, ക്രിസ്മസ് വന്നാൽ എല്ലാവരും ക്രിസ്തു. അപ്പൊ എവിടെ മതേതരത്വം? എവിടെ മതേതരത്വം? എവിടെ മതേതരത്വം? അന്ന് മതേതരത്വത്തെ കഴുത്ത് ഞരിച്ച് കൊല്ലല്ലേ? അല്ലേ? ആലോചിച്ച് നോക്ക്, മുസ്ലിമിന്റെ പെരുന്നാളിന് 3.5 കോടി മനുഷ്യർ ഒന്നിച്ച് ബലിയർക്കുന്നു, ഒന്നിച്ച് ഈദ്ഗാഹ് പോയി 2 റക്അത്ത് ഗണേശനും സുമതിയും നിസ്കരിക്കുന്നത്. അതിനാ പറയുന്നത്? അതിനാണോ? അതുകൊണ്ട് ചിന്തിക്കുക. ഇതിങ്ങനെ പറയാൻ ഒരു പടപ്പും നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ വന്നോളുന്നില്ല. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം പറയാണ്, അവനവന്റെ മതത്തോട് ബഹുമാനവും ആദരവും വെച്ച് പുലർത്തും. അന്യന്റെ മതത്തെ നിന്ദിക്കാതിരിക്കാൻ. അവരുടെ വിശ്വാസം അവർ കൊണ്ടുനടക്കട്ടെ, അത് പവിത്രമാണെന്ന് അവർ കരുതുന്നു. അതെ, അവിടെ പോയിട്ട് എന്ത് ചെയ്യണ്ട? അതിനെ അശുദ്ധമാക്കണ്ട, കൊളാക്കണ്ട. അതൊരു ശരിയായ ഏർപ്പാടല്ല. എല്ലാവരും മനസ്സിലാക്കുക, അബദ്ധങ്ങളുടെ പിന്നാലെയാണ് ലോകം, ശരിക്കുള്ള വിവരങ്ങളുടെ പിന്നാലെയല്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, കുടുംബം കലക്കാനാണ് ഞാൻ സിനിമ എടുക്കുന്നതെന്ന് ഒരാൾ തുറന്നു പറഞ്ഞിട്ടും അയാളെ പിന്നാലെ എങ്ങനെ കുടുംബിനികൾ പോവുക? പറ. ഞാൻ എന്റെ സിനിമ കൊണ്ട് കുടുംബം തകരുക എന്നതാണ് എന്റെ ലക്ഷ്യം എന്ന് വിളിച്ചു പറയുന്ന ഒരാളുടെ കൂടെ പിന്നെയും മലയാളി കുടുംബങ്ങൾ പോകുന്നുവെങ്കിൽ അവർക്ക് എന്തോ ഒരു സംതിങ് ചിന്തയിൽ പ്രശ്നമുണ്ട്. അതാണ് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ യുവജന സമ്മേളനം ഈ ഫെബ്രുവരി 10-11 മലപ്പുറത്ത് വിശാലമായി 10,000-കണക്കിന് യൂത്തിനെ അണിനിരത്തുന്ന സമ്മേളനത്തിൽ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് അന്തസ് കാത്തു സൂക്ഷിക്കുക എന്നാണ്, സംസ്കാരം കാത്തു സൂക്ഷിക്കുക എന്നാണ്, കുടുംബത്തിൽ മക്കളുടെ ഭദ്രത നിലനിർത്തുക എന്നാണ്, ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്നതാണ്, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നതാണ്. ഇതാണ് ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ മൂവാറ്റുപുഴ ഈ മാനവിക സമ്മേളനം ഒരൊറ്റ ജനത, ഒരൊറ്റ ദൈവം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ ഫഅന റബ്ബുക്കും ഫഅബ്ദൂൻ. നിങ്ങൾ ഒരേക സമുദായമാണ്, ഞാനാണ് നിങ്ങളുടെ ദൈവം, നിങ്ങൾ എന്നെ ആരാധിക്കുക. ഇതാണ് വേദങ്ങളും മുഴുവനും. ഞാൻ ബൈബിളിൽ നിന്ന് ധരിച്ചു, പഴയ നിയമത്തിൽ നിന്ന് ധരിച്ചു, പുതിയ നിയമത്തിൽ നിന്ന് ധരിച്ചു, ഋഗ്വേദത്തിൽ നിന്ന് ധരിച്ചു,
കേനോപനിഷത്തിൽ നിന്ന് ഉദ്ധരണികൾ പറഞ്ഞു, വേദവാക്യങ്ങൾ പറഞ്ഞു. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം കാര്യങ്ങളിവിടെ വിവരിക്കപ്പെട്ടു. ഞാൻ എൻ്റെ സംസാരം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഒരു സംശയവും നിങ്ങൾക്കൊരാൾക്ക് വേണ്ട. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമ്മെ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ച് സുമ്മ ഖലഖനൽ നുത്ഫത അലക ഫഖലഖനൽ അലഖത മുദ്അ ഫഖലഖനൽ മുദ്അത ഇലാമ ഫഖസൗനൽ ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളെ മാംസപിണ്ഡമാക്കി, പിന്നെ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി, അതിനെ അസ്ഥി കൊണ്ട് പൊതിഞ്ഞു, ഒരു നല്ല സൃഷ്ടിയാക്കി. വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ. ഒന്നും അറിയാത്തവരായി മാതാവിന്റെ ഗർഭപാത്രം നിങ്ങൾ പുറത്തു വന്നു, ശിശുവായി, പിന്നെ നിങ്ങൾ യൗവനമായി, വാർദ്ധക്യമായി, മരണത്തിന് ശേഷം വീണ്ടും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അത്ഭുതം ഇവിടെ നടക്കാനിരിക്കുന്നു. ആ മരണാനന്തര ജീവിതത്തിലെ രക്ഷയാണ് യഥാർത്ഥ രക്ഷ. ആ മരണാനന്തര ജീവിതത്തിലെ ശിക്ഷയാണ് യഥാർത്ഥ ശിക്ഷ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ ഏറ്റവും ബെറ്ററായി നോക്കിക്കാണാനും, അപകടകാരികളായ സംവിധായകനായാലും നടനായാലും രാഷ്ട്രീയക്കാരനായാലും മതാചാര്യനായാലും അപകടകാരികളെ നമ്മൾ ശരിക്കും തിരിച്ചറിയണം. യഥാർത്ഥമായ കാഴ്ചപ്പാടുകളെ ജനങ്ങളുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു കൊടുക്കണം. മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്നത് മതലയനത്തിലൂടെയല്ല, അവനവന്റെ മതത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരനെ ആദരിക്കാനും ബഹുമാനിക്കാനും മനുഷ്യൻ എന്ന നിലക്ക് സ്നേഹിക്കാനും. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന പ്രവാചകന്റെ വചനം ഓർക്കുകയും, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനതയും എന്ന സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന കുമാരനാശാന്റെ കവിത ഉദ്ധരിച്ചുകൊണ്ട്, അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, സ്നേഹമാണ് മാനവിക സമൂഹത്തിന്റെ മുഖമുദ്ര. കൃത്രിമത്വങ്ങളല്ല, അഭിനയങ്ങളല്ല, നാട്യങ്ങളല്ല, എനിക്കെല്ലാ മതത്തോടും ഇഷ്ടമാണെന്ന പ്രകടനമല്ല. അതിനപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യ സ്നേഹികളായി തീരാൻ നമുക്ക് സാധ്യമാറുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിന്റെ സംഘാടകർക്ക് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇതിന് അധ്വാനിച്ചവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ വിവിധ മതങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, വായിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായി ഇവിടുത്തെ ആളുകളോട് അന്വേഷിച്ചാൽ ഖുർആൻ കിട്ടും. നിങ്ങൾക്ക് വായിക്കാം, പഠിക്കാം, അതിന്റെ പരിശുദ്ധതയോടെ, ശുദ്ധിയോടെ ആ വേദഗ്രന്ഥത്തെ സമീപിക്കാം. എന്നിട്ട് ദൈവം നമ്മളോട് എന്ത് പറയുന്നു എന്ന്, മദ്യപിക്കരുതേ, വ്യഭിചരിക്കരുതേ, തിന്മ ചെയ്യരുതേ, പലിശക്ക് കൊടുക്കരുതേ, അന്യായമായൊരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെ കൊന്ന കുറ്റവാളിയാണ്, അയൽവാസി പട്ടിണി കിടക്കരുതേ, കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണേ, 2.5% സക്കാത്ത് കൊടുക്കണേ, വിധവകളുടെ സംരക്ഷണം ഉണ്ടാകണേ, അനാഥകളെ സംരക്ഷിക്കണേ എന്നൊക്കെ പഠിപ്പിക്കുന്ന മൂല്യവത്തായ ആശയങ്ങളുടെ പ്രഘോഷണം ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥം മാനവരാശിയോടാണ് സംസാരിക്കുന്നത്. ആ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. ഇவ்விதം കാര്യങ്ങളെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സർവശക്തനായ പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخوان الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.